അങ്ങനെയുള്ള മോക്ഷപ്രാപ്തി ഈശ്വരസാക്ഷാത്കാരം 5 വിധ മുക്തികളുണ്ട് അല്ലേ? സാമീപ്യം, സായുജ്യം എന്നിങ്ങനെ ആ 5 വിധ മുക്തികളിലൂടെ ഭഗവാനിൽ ലയിക്കുക എന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജന്മമില്ല. കർമ്മം ഉണ്ടോ? ജന്മമുണ്ട്. അതാണ് ഭഗവത്ഗീത പറയുന്നത്. ഒരു ജന്മത്തിൽ തീർത്ത കർമ്മം മുഴുവൻ അതിൻ്റെ ഫലമൊന്നും നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവില്ല, കിടക്കുന്നേ ഉണ്ടാവുള്ളൂ. ഇപ്പം നമ്മൾ അനുഭവിക്കുന്നത് ചിലപ്പോൾ എന്തല്ല ആവില്ല, ഈ ജന്മത്തെ കർമ്മ ഫലമല്ല. അപ്പം നമുക്ക് കർമ്മമില്ലാതെ വരണമെങ്കിൽ എന്ത് വേണം? അതും പറഞ്ഞിട്ടുണ്ട് ഭഗവത്ഗീതയിൽ. നാനായോനിഷു ജായന്തേ മ്രിയന്തേ ച പുനഃപുന കർമ്മണാരഹിതോ ദേഹ സംയോഗോ ന കഥാജന. നമ്മളെന്താ ഇപ്പോൾ സംഭവിക്കുന്നത്? ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞ മാതിരി പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനീ ജഡരേശയനം. ജനിക്കുന്നു, മരിക്കുന്നു, വീണ്ടും മാതൃഗർഭത്തിലേക്ക് പ്രവേശിക്കുന്നു. അത് ഇപ്പോഴുള്ള അച്ഛൻ്റെ അമ്മടിയേക്കൊള്ളുന്നില്ല അല്ലേ? മറ്റൊരു മാതൃഗർഭത്തിലേക്ക് പ്രവേശിക്കും. ഈ പ്രക്രിയ അനാദികാലം മുതൽക്ക് തുടരുകയാണ്. അപ്പോൾ ഇതിനുള്ള മാർഗം ഇപ്പം എന്താണ്? ഇതാ നേരത്തെ പറഞ്ഞു, ഭക്തിയിലൂടെ ജ്ഞാനവൈരാഗ്യങ്ങൾ സമ്പാദിക്കുക. അപ്പോൾ ആ ഭക്തി ജ്ഞാനവൈരാഗ്യങ്ങൾ, അപ്പോൾ അതിന് കർമ്മണാരഹിതോ, കർമ്മരാഹിത്യം എന്ന് നമ്മളിൽ വരുന്നുവോ അന്നേ നമുക്ക് എന്ത് സാധിക്കുള്ളൂ? ദേഹസംയോഗം ന കഥാജന. ദേഹസംയോഗം എന്ന് പറയുന്ന പ്രക്രിയ ഇല്ലാതാവും. അർത്ഥം എന്താ മനസ്സിലായേ? ദേഹത്തെ പ്രാപിക്കുക എന്ന് പറയുന്ന അവസ്ഥാവിശേഷം. നമ്മളിപ്പോൾ ഇത് മാറിപ്പോയാലും ഈ ശരീരം ഇവിടെ വീണു പോളൂ. ആത്മാവിന് നാശമില്ല, ഉണ്ടോ? അതിന് വേറൊരു ശരീരത്തെ പ്രാപിക്കും. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ഏനം ക്ലേദയന്ത്യാവോ ന ശോഷയതി മാരുത. നൈനം ചിന്തന്തി ശസ്ത്രാണി. ഈ ആത്മാവെന്ന് പറയുന്നത് നാശമില്ലാത്തതാണ്. അതിനെ ആയുധങ്ങളെ കൊണ്ട് മുറിവേൽപ്പിക്കാൻ പറ്റില്ല. നൈനം ദഹതി പാവക. അതിനെ അഗ്നി കൊണ്ട് ദഹിപ്പിക്കാൻ പറ്റില്ല. ജഡം കൊണ്ടുപോയി അഗ്നിയിൽ വെച്ചാലും ദഹിച്ചു പോകുന്നത് എന്തേ ഉള്ളൂ? നമ്മുടെ സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം 3 വിധമാണ്, 3 ഉണ്ട്. നമ്മൾ ചെയ്തതൊക്കെ പാപമൊക്കെ അനുഭവിക്കാൻ നമുക്കെന്താ? നമ്മുടെ കാരണ ശരീരം കൊണ്ടാണ് യമപുരിയിൽ കൊണ്ടുപോയി വേണ്ടതൊക്കെ തരിക. അപ്പോൾ നമ്മുടെ സ്ഥൂല ശരീരം മാത്രമാണ് ഇവിടെ വീണു പോകുന്നുള്ളൂ. സൂക്ഷ്മ ശരീരം കൊണ്ടാണ് ഈ പഞ്ചേന്ദ്രിയങ്ങളും ബുദ്ധിയൊക്കെ ഉണ്ടാകുന്നതും അത് പ്രവർത്തിക്കുന്നതും. അപ്പോൾ മറ്റുള്ള കാരണശരീരം നമുക്ക് മരണാനന്തരം ഉണ്ട് എന്നാണ്. ആ ശരീരത്തിലാണ് നരകപ്രാപ്തിയുള്ളവർ, നരകം ചെയ്തവർക്കൊക്കെ നരകയാതന അനുഭവിക്കേണ്ടി വരുന്നത്. അതിൻ്റെ ഒക്കെ തീർന്നിട്ടാണ് പിന്നൊരു ജന്മം, ശ്രേഷ്ഠമായ ജന്മം. അപ്പം ഇത്രയൊക്കെ മനസ്സിലാക്കുന്ന ഒരാൾക്ക് പാപവൃത്തി ചെയ്യാൻ തോന്നില്ല. അപ്പോൾ ഈ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ സമ്പാദിച്ച് പരമപുരുഷാർത്ഥമായ മോക്ഷം നേടലാണ്. മോക്ഷം എന്താണ്? മോഹം ക്ഷയിക്കുമ്പോഴേ എന്ത് കിട്ടുള്ളൂ? മോക്ഷം. എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ കണ്ട കാലമൊക്കെ ബുദ്ധിമുട്ടി ജീവിച്ചു, എനിക്കിനി അടുത്ത ജന്മത്തൊന്ന് സുഖിക്കണമെന്ന് വിചാരിച്ചോ, തീർച്ചയാണ് എന്ത്? മോക്ഷമില്ല. അങ്ങനെ അതിനു വേണ്ടി പ്രവർത്തിച്ചാൽ പിന്നെ പറയാനുമില്ല. ഈ കർമ്മത്തിനൊക്കെ എന്തുണ്ട്? അതാ നേരത്തെ പറഞ്ഞ ആത്മവിസ്മൃതി. സുഖഭോഗത്തിൻ്റെ പുറകെ പോകുന്നവർ ആത്മാവിനെ വഞ്ചിക്കലാണ്. ആ ആത്മവിസ്മൃതിയിൽ മൂലം അവിദ്യയുണ്ടാകുന്നു. അവിദ്യ മൂലം എന്തുണ്ടാകുന്നു? അഹങ്കാരമുണ്ടാകുന്നു. അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? അഹം, ഞാനെന്ന തോന്നൽ. എപ്പോൾ നമ്മുടെ ശരീരാഭിമാനം നമുക്കുണ്ടോ നമുക്കെന്ത് കിട്ടില്ല? മോക്ഷം കിട്ടാൻ പോകുന്നില്ല. ശരീരത്തെ വിസ്മരിച്ചു പോകണം. അപ്പോൾ അഹങ്കാരമുണ്ടാകുന്നു. ആ അഹങ്കാരം മൂലം എൻ്റെ ശരീരം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തെ രക്ഷിക്കാനുള്ള ചിന്തകളായി, പ്രവൃത്തികളായി, വേണ്ടതും വേണ്ടാത്തതൊക്കെ അല്ലേ ചെയ്തു കൂട്ടായി. ഈ ചെയ്തതിനൊക്കെ എന്തുണ്ട്? ഫലമുണ്ട്. അപ്പോൾ ആ ഫലം എന്തു ചെയ്യണം? നമ്മൾ അനുഭവിക്കാൻ ആദ്യ ജന്മമെടുക്കണം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ വെറുതെ ഇരിക്കാറുണ്ടോ? അവിടെയാണ് കുഴപ്പം മുഴുവൻ അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെയാണ്. അപ്പോൾ അഹങ്കാരമുണ്ടാകുന്നു. അഹങ്കാരത്തിൽ നിന്ന് കർമ്മം ചെയ്യുന്നു. ആ കർമ്മത്തിന് ഫലമുണ്ട്. ആ ഫലം അനുഭവിക്കാൻ പുനരഭിജനനം, പുനരഭിമരണം. അതാ നാനായോനിഷുജായി ഭഗവത്ഗീതയിലും പറഞ്ഞിരിക്കുന്നത് മ്രിയന്തെ. അപ്പോൾ നമ്മൾ കർമ്മണാരഹിതരായിട്ടുള്ളവർ, വേണ്ടാത്ത കർമ്മങ്ങളും ചെയ്താത്തവർ, ആവശ്യമുള്ളത് അതാണ് സന്യാസം കൊണ്ടുള്ള ഗുണം. അവരിലും ചിലപ്പോൾ എന്തുണ്ടാകും? പരമഹംസരെ പോലെ ആയിട്ടുള്ളവരെയൊക്കെയാണ് എന്ത് കിട്ടുള്ളൂ? മോക്ഷപ്രാപ്തിക്ക് അർഹതയുണ്ട്. 4 വിധ സന്യാസമുണ്ട്. അതിൽ ഹംസരും അതേപോലെ പരമഹംസർക്കും അവർക്ക് ബ്രഹ്മജ്ഞാനം നേടി ഈശ്വര സാക്ഷാത്കാരത്തിന് എളുപ്പമായി അടുത്തെത്തിയവരാണ്. പക്ഷേ മനസ്സിൻ്റെ മാലിന്യം വല്ലതുണ്ടെങ്കിലും ചിലപ്പോൾ സാധിച്ചോളന്നില്ല. അപ്പോൾ ഇതാണ് ഈ മോക്ഷമാർഗം. ആ മോക്ഷത്തിലേക്ക് എത്താൻ എത്ര ജന്മം കൊണ്ടാണ് നമുക്ക് സാധിക്കുക പറഞ്ഞാൽ അതിനാണ് നമുക്ക് ആത്മജ്ഞാനം സഹായമാകുന്നത്. അപ്പോൾ ആ മോഹം
അപ്പം അങ്ങനെ നമുക്ക് ശരീരാഭിമാനം മൂലം എന്തുണ്ടാകുന്നു? മോഹമുണ്ടാകുന്നു. ആ മോഹത്തിന് വേണ്ടി നമ്മൾ കർമ്മം ചെയ്യുന്നു, കർമ്മം അനുഭവിക്കാൻ വേണ്ടി. അപ്പം അതിനെന്ത് വേണം? കർമ്മണാരഹിതോ ദേഹസംയോഗോ ന കഥാജന. ദേഹസംയോഗം എന്ന പ്രക്രിയ ന കഥാജന ഒരിക്കലും വേണ്ടി വരില്ല. നമുക്കിനി ദേഹത്തെ പ്രാപിക്കാൻ വയ്യ, എൻ്റെ ജന്മം ഇവിടം കൊണ്ട് അവസാനിപ്പിച്ച് തരണേ ഭഗവാനെ അല്ലേ ദേവി എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കർമ്മരാഹിത്യത്തിലേക്ക് എത്തണം. എന്നാൽ മാത്രമേ അത് എളുപ്പമാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സ് സജ്ജമാക്കിയിട്ട് വേണം എന്ത് കേൾക്കാൻ? രാമായണം കേൾക്കാൻ. അതേപോലെ എന്താണ് ഈ രാമായണം? നമ്മൾ സാധാരണ പഠിക്കുമ്പോൾ പറയാറുണ്ട് 4 വേദങ്ങൾ അല്ലേ? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഈ 4 വേദം സാമാന്യ ജനങ്ങൾക്ക് ഗമ്യമല്ല. ആണോ? പഠിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? പരബ്രഹ്മസ്വരൂപിയായിട്ടുള്ള ഈശ്വരൻ്റെ ബ്രഹ്മതത്വമാണ്. ഈ തത്വം മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ ഓതിപ്പഠിപ്പിക്കലാണ് ബ്രാഹ്മണരുടെ ഇടയിൽ അല്ലേ? മറ്റു ആർക്കും അതിന് അനുവദനീയമല്ല. പിന്നെ അപ്പോൾ എന്ത് ചിന്തിച്ചു? അതാത് കാലത്തുള്ള ഋഷി മുഖ്യന്മാർ സാമാന്യ ജനങ്ങൾക്ക് ഉപകരിക്കാൻ തരത്തിൽ അതിനെ വേദങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളുമാക്കി രചിച്ചു. അപ്പോൾ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന തത്വങ്ങൾ തന്നെയാണ് എന്ത്? ഇതിഹാസങ്ങളിൽ രാമായണവും മഹാഭാരതവുമാണ് എന്ത്? നമ്മുടെ ഇതിഹാസങ്ങൾ. ഏറ്റവും വലിയ ധർമ്മശാസ്ത്രം ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ ഈ ലോകത്ത് ഏതാണ്? 1,25,000 ശ്ലോകമുള്ള മഹാഭാരതം. ആ ധർമ്മം എങ്ങനെയാണ് ഒരു ധർമ്മിഷ്ഠനായ വ്യക്തി ജീവിക്കേണ്ടത്? ശ്രീരാമചന്ദ്രസ്വാമിയുടെ ധർമ്മചിന്ത രാമായണത്തിൽ നമ്മൾ ഉരുത്തിരിച്ച് പഠിക്കേണ്ടത് അതാണ്. രാമൻ ആരാണ്? രാമോ വിഗ്രഹവാൻ ധർമ്മ. ആരാത് പറഞ്ഞാൾ? രാജാവല്ല, ഭഗവാനല്ല, അല്ലെങ്കിൽ മറ്റേ ഉന്നത സ്ഥാനത്ത് നിന്നല്ല, ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന മാരീചനാ പറഞ്ഞ്. അതെ, ആ രാവണനോട് ചെന്ന് പറയാണ്, രാവണ വേണ്ടാത്തതൊന്നും തോന്നണ്ട, യോഗമായ ദേവിയായിട്ടുള്ള സീതാദേവി അവിടെ കൊടുന്ന് പാർപ്പിച്ചിട്ട് നീ അന്ന് മുതൽക്ക് നിൻ്റെ ആപത്ത് വിളിച്ചു വരുത്തുക. രാന്നും മാന്നും എവിടെയെങ്കിലും കേട്ടാൽ മാരീചനും ഭയാത്ര. അപ്പോൾ എന്താ കാരണം? ഒരു പ്രാവശ്യം നേരിട്ടിട്ടുണ്ട് അല്ലേ? അപ്പം ഇന്നലെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഏത്? സിദ്ധാശ്രമത്തിൽ വെച്ച് വിശ്വാമിത്ര മഹർഷിയുടെ യാഗത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടി സുബാഹു മാരീചനൊക്കെ വന്നു അല്ലേ? രാമബാണമേറ്റ് സുബാഹു മരിച്ചുപോയി. മാരീചൻ ഓടി സമുദ്രത്തിൽ ചാടി. അവിടെയും രാമബാണത്തിന് അത്ര അങ്ങനെയാണ് പ്രത്യേകത. അത് ലക്ഷ്യം നിർവഹിച്ച് തിരിച്ച് തൻ്റെ അവനാഴിയിൽ വരുമെന്നാണ്. അർജുനൻ, ശ്രീരാമചന്ദ്രൻ, ഭഗവാൻ കൃഷ്ണനൊക്കെ അവരുടെയൊക്കെ അസ്ത്രങ്ങൾക്കൊക്കെ പ്രത്യേകത ഉണ്ട്. അമ്പടുങ്ങാത്ത ആവനാഴിയുടെ ഉടമരാണ് അവർ 3 പേരും. ആരാ? ഭഗവാൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള അപ്പോൾ ആ അസ്ത്രം ചെന്ന് മാരീചനെ പിന്തുടരുന്നു. സമുദ്രത്തിൽ നിന്ന് കണ്ടപ്പോൾ അദ്ദേഹം ഓടി വന്ന് ശ്രീരാമചന്ദ്രസ്വാമിയുടെ പാദങ്ങളിൽ വീണ് അഭയം തേടുക ചെയ്ത്. അപ്പോൾ ഭഗവാൻ ആരാണ്? ഭക്തവത്സലനാണ് അല്ലേ? ആശ്രിതവത്സലനാണ്. ആര് തന്നെ ആശ്രയിച്ച് വന്നാലോ ബന്ധുവാണോ ശത്രുവാണോ എന്നും ആര് ചിന്തിക്കാറില്ല? ഭഗവാൻ ചിന്തിക്കില്ല. അത് ഭഗവാനോളം നമ്മളെത്തിയാൽ നമ്മളും ചിന്തിക്കില്ല അല്ലേ? നമ്മുടെ മനസ്സിൽ എപ്പോഴും എന്തുണ്ട്? കാലുഷ്യമുണ്ട്, ഞാനെന്ന ചിന്തയുണ്ട്, അഹം ബുദ്ധിയുണ്ട്. യോഗീവര്യന്മാരെ തുഞ്ചത്താചാര്യൻ പറയുന്നത് അതാണ്. ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം, തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന തോന്നേണമേ വരദരാ നാരായണായ നമ. നമ്മൾ അതിനാണ് ജ്ഞാനം നേടേണ്ടത്. ഞാനെന്ന് തോന്നരുത്. എപ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടാകുന്നതോ അതൊക്കെ മോക്ഷപ്രാപ്തി തടസ്സമാണ്. അഥവാ ഞാനെന്ന് തോന്നിയേ അടങ്ങൂ എന്നുണ്ടെങ്കിൽ എങ്ങനെ തോന്നണം? അഹം ബ്രഹ്മാസ്മി, എല്ലാം ഞാനാണെന്ന് തോന്നുക. അപ്പം എന്താർത്ഥം? സർവചരാചരങ്ങളിലും വർദ്ധിക്കുന്ന ചൈതന്യം തന്നെയാണ് എൻ്റെ ഉള്ളിലും, ഞാനും അതും തമ്മിൽ ഭേദമില്ല എന്ന് ഏതൊരുവൻ മനസ്സിലാക്കുന്നുവോ ആത്മവത് സർവഭൂതാനി അല്ലേ? ആ വ്യക്തി എല്ലാം ഒരേപോലെ കാണുന്ന ആളാണ്. സർവഭൂത ഹിതൈരതത്വം എന്ന് അതിന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള ആ മനസ്സൊക്കെ നമുക്ക് വരണം. അപ്പോൾ അതാണ് ഇരുട്ട അജ്ഞാനം ഇല്ലാതാവണം, മായണം രാമായണം വായിക്കണമെങ്കിൽ. അപ്പോൾ വേദങ്ങളാണ്. അപ്പോൾ അതിനെ
കുറച്ചുകൂടി സംഗ്രഹിച്ചുകൊണ്ട് ഇതിഹാസങ്ങളാക്കി എല്ലാറ്റിലും പറഞ്ഞിരിക്കുന്ന എന്താണ്? രാമായണം നിരവധി തത്വങ്ങളുടെ ഒരു വിലപ്പെട്ട രത്നപേടകമാണ് എന്ന് വേണം പറയാൻ. നിരവധി തത്വങ്ങളാണ് സമകാലീന ജീവിതത്തിൽ നമ്മൾ കാണുന്ന എല്ലാം ആ രാമായണത്തിലുണ്ട്. ദുഷ്ടകഥാപാത്രങ്ങളും ശിഷ്ടകഥാപാത്രങ്ങളും പരോപകാരികളും ദുഷ്ടന്മാരും എല്ലാം അതിലുണ്ട് അല്ലേ? അപ്പോൾ പുരാണങ്ങൾ അതാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് പഠിപ്പിക്കുന്ന കാര്യം? ധർമാധിഷ്ഠിതനായി ഒരാൾ എങ്ങനെ ജീവിക്കണം എന്ന് രാമായണം നമ്മളെ പഠിപ്പിക്കുന്നു. ധർമ്മമനുസരിച്ച് ജീവിച്ചിട്ടില്ല എങ്കിൽ അവൻ്റെ പതനം എപ്രകാരമായിരിക്കും എന്നും ഏത് പഠിപ്പിച്ചു തരുന്നു? രാമായണം നമുക്ക് ഉപദേശിച്ചു തരുന്നു. അത്രയൊക്കെ ശ്രേഷ്ഠമായ ചിന്തയോട് കൂടി വേണം നമ്മൾ രാമായണത്തെ സമീപിക്കാൻ. രാമായണം എന്താണെന്നൊരു നിർവചനത്തിലൂടെ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം: വേദവേദ്യേ പരേ പുംസി ജാതേ ദശരഥാത്മജേ വേദപ്രാജേതസാദാസ്യേ സാക്ഷാൽ രാമായണാത്മന. വേദവേദ്യനായ, വേദങ്ങളാൽ പ്രകീർത്തിക്കപ്പെടുന്നവനായ പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ ദശരഥൻ്റെ പുത്രനായി ജനിച്ചപ്പോൾ ഇവിടെ വേദം തന്നെ എന്തു ചെയ്തു? പ്രാജേതസ, ആ മുനിശ്രേഷ്ഠനിലൂടെ രാമായണാത്മന ആസീത്, രാമായണം എന്ന പേരിൽ അവതരിച്ചു. ഇപ്പം എന്താ മനസ്സിലായേ? അപ്പോൾ സാക്ഷാൽ പരബ്രഹ്മസ്വരൂപനായ ബ്രഹ്മമൂർത്തിയായിട്ടുള്ള ഓങ്കാരപ്പൊരുളായിട്ടുള്ള ത്രിഗുണീമൂർത്തിയായിട്ടുള്ള ഭഗവാനാണ് ആര്? ശ്രീരാമചന്ദ്രൻ. രാമായണത്തിൽ പറയുന്നുണ്ട്, രാമനെ കേവലം മാനുഷനായി കരുതുന്നവർ കേവലം അജ്ഞാനികൾ. അപ്പം അതുകൊണ്ട് ആ രാമൻ ദശരഥപുത്രനായി ജനിച്ചപ്പോൾ ഇവിടെ ഇതാ രാമായണം എന്ത്? വേദം തന്നെ വാൽമീകി മഹർഷിയിലൂടെ എന്തായി ജനിച്ചു? രാമായണമായിട്ട് ജനിച്ചു. ഇനി നമുക്ക് രാമായണത്തെക്കുറിച്ച് ഇതിലധികം പറയാനുള്ളൂ ഉണ്ടോ? ശൈവ വൈഷ്ണവ തത്വങ്ങളുടെ സംഹിതയാണ് എന്ത്? രാമായണം. നമ്മളങ്ങനെയുള്ള ആരാധന പല വിധത്തിലുണ്ട് അല്ലേ? ശിവനെ ആരാധിക്കുന്നവരെ എന്താ പറയുക? ശൈവര് എന്ന് പറയും. വിഷ്ണുവിനെ ആരാധിക്കുന്നവരാണ് ആര്? വൈഷ്ണവർ. ദേവിയെ ആരാധിക്കുന്നവരാണെന്ത്? ശാക്തേയർ. അപ്പോൾ 3 വിധ ആരാധനാക്രമം നമ്മുടെ പൗരാണിക കാലം മുതൽക്കേ നമ്മുടെ ഭാരതത്തിലുണ്ട്. 3 ഉപാസനയിലൂടെ നമ്മൾ എത്തിച്ചേരുന്നത് എവിടെയാണ്? ഒരിടത്ത് തന്നെയാണ് അല്ലേ? കാരണം ഒന്നിൽ നിന്നുണ്ടായവരാണ് ഇവരെല്ലാവരും. നമുക്ക് പറ്റുന്ന സൗകര്യം പോലെ ആരെയും ഉപാസിക്കാം, ഏത് ദേവനെയും ദേവിയെയും. ഭഗവാന്റെ യോഗമായാണ് ദേവി. അപ്പോൾ അങ്ങനെ ആ ദേവിയിലൂടെയാണ് സൃഷ്ടികൾ നടന്നത്, പ്രപഞ്ചമുണ്ടായത്, സർവചരാചരങ്ങളും ഉണ്ടായത്. അപ്പോൾ പൂർണ്ണത വേണമെങ്കിൽ ആര് വേണം? പുരുഷനും വേണം, പ്രകൃതിയും വേണം. അപ്പോൾ അതുകൊണ്ട് രാമനെയും സീതയിൽ നിന്നും മാറ്റി നിർത്താൻ പറ്റില്ല, ഒന്ന് തന്നെയാണ്. അപ്പോഴേ അത് പൂർണ്ണതയുള്ളൂ. ശിവശക്തിയാ യുക്തോ അല്ലേ? ശിവൻ പോലും എപ്പോഴാണ് പൂർണ്ണനാകുന്നത്? ശക്തിയോടുകൂടി ചേരുമ്പോൾ, പാർവതിയോടുകൂടി ചേരുമ്പോഴാണ്. അല്ലെങ്കിൽ മഹാദേവനോ അനങ്ങാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെയാണ് പ്രകൃതി പുരുഷന്മാരാണ് ആര്? ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമിയും മാതാവായ സീതാദേവിയും യോഗമാതയും. അപ്പോൾ വൈഷ്ണവ ശൈവ തത്വങ്ങളുടെ സമന്വയമാണ് രാമായണം എന്ന് പറഞ്ഞു. ഓം നമോ നാരായണ എന്ന് പറയുന്ന അഷ്ടാക്ഷരി മന്ത്രം അല്ലേ? 8 അക്ഷരമാണല്ലോ ഇല്ലേ? അതിൽ രാ എന്ന് പറയുന്ന ബീജമന്ത്രം, പിന്നെ നമശിവായ എന്നതിലെ പഞ്ചാക്ഷരി മന്ത്രത്തിലെ മ എന്ന് പറയുന്ന ബീജാക്ഷരവും ചേർന്നിട്ടാണ് രാമ എന്ന മന്ത്രമുണ്ടായത്. ഈ രാമനാമം ജപിച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ സംസാര സാഗരത്തിൽ നിന്നും മോചനം നേടി മോക്ഷപ്രാപ്തിയെ കൈവരിക്കാൻ കഴിയുമെന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ആ രാമ എന്ന ഇതിൻ്റെ മന്ത്രത്തിൻ്റെ മഹത്വമാണ്. അത് നമ്മൾ മാത്രമല്ല മനസ്സിലാക്കിയിട്ടുള്ളൂ, മനസ്സിലാക്കിയ ഒരാൾ വലിയ ആളുണ്ട്. ആരാ? മഹാദേവൻ അല്ലേ? മഹാദേവൻ എന്താ ചെയ്യുന്നത്? കൈലാസത്തിലിരുന്ന് സദാസമയവും എന്താ ചെയ്യുന്നത്? രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനുമാവല്ലഭൻ മഹേശ്വരൻ. മഹാദേവൻ അവിടെ ഇരുന്നിട്ട് എല്ലാ സമയവും ജപിക്കുന്ന താരകബ്രഹ്മ മന്ത്രം ഏതാണത്രേ? രാമ 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 രാമ.
ഒരിക്കൽ പാർവതീദേവി ഭഗവാനോട് ചോദിച്ചു, മഹാദേവനോട് ചോദിച്ചു, അല്ല നമുക്കൊക്കെ കുറച്ച് തിരക്കൊക്കെ ഉള്ളവരാണല്ലോ ഈ സ്ത്രീകൾ അല്ലേ, അവർക്ക് എപ്പോഴും എന്താ തോന്നലേ, കുറുക്ക് വഴി വല്ലതും ഉണ്ടോയെന്നാ, എളുപ്പ വഴിയിലൂടെ നേടാൻ വല്ലതും സാധിക്കുമോ എന്നുള്ളതാണ്. പാർവതീദേവി അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവണം അല്ലേ. ദേവി മഹാദേവനോട് ചോദിച്ചു എന്നാണ്, പ്രഭു ഈ വിഷ്ണു സഹസ്രനാമം എത്ര നാമ? 1000 നാമമാണ്. ആ 1000 നാമത്തിൽ ചൊല്ലി തീർക്കണമെങ്കിൽ ഇത്തിരി സമയം വേണം അല്ലേ, ഇത്തിരി സമയം എടുക്കണമല്ലോ. ലളിതാ സഹസ്രനാമാണെങ്കിൽ 184 ശ്ലോകങ്ങളാണ്. അപ്പോൾ ഇത് രണ്ടും ചൊല്ലി തീർക്കുക. അപ്പോൾ അത് ഇരുന്ന് ചൊല്ലാൻ സമയമില്ലെങ്കിൽ ആ ഫലം കിട്ടുന്ന വല്ലതും ഉണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കുക അല്ലേ. അപ്പോൾ പാർവതീദേവി ചോദിച്ചു, എന്ത്? കേനോപായേന ലഘുന വിഷ്ണുർനാമ സഹസ്രഹം പഠ്യതേ പണ്ഡിതേ നിത്യം, ഇതാണ് ചോദിച്ചത് അല്ലേ. അപ്പോൾ നമ്മൾ നിത്യപാരായണത്തിൽ വിഷ്ണു സഹസ്രനാമത്തിന് തുല്യമായി ഭഗവാനെ അഥവാ പ്രാപിക്കാൻ, അല്ലെങ്കിൽ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ, അല്ലെങ്കിൽ നമ്മളിൽ ഭക്തി വളർത്തുവാൻ കേനോപായം, എന്തെങ്കിലും ഉപായം ഉണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ എന്താ ഭഗവാൻ മഹാദേവൻ എന്താ മറുപടി പറഞ്ഞേ? ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമവരാനനെ. അപ്പോൾ ശ്രീരാമ രാമ 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 എന്ന് ജപിച്ചാൽ തന്നെ നമുക്ക് എന്ത് പറ്റും? സഹസ്രനാമ തത്തുല്യമായിട്ടുള്ള ഫലസിദ്ധി ലഭിക്കും എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും എന്ത്? ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അപ്പോൾ ആ നാമത്തിൻ്റെ മഹിമ അത്രത്തോളമാണ്. രാമയോ മായോ ഇല്ലാത്ത എത്ര വരി രാമായണത്തിലുണ്ട് എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? 5-8 ശ്ലോകങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള രാമായണം നമ്മളിപ്പോൾ ഇതാ കുറച്ച് ദൂരം പിന്നിട്ടു അല്ലേ. അപ്പോൾ അങ്ങനെ എന്തിനു വേണ്ടിയാണ് ശ്രീരാമചന്ദ്രസ്വാമി ഭൂമിയിൽ അവതരിച്ചതൊക്കെ വിസ്തരിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ രാവണാദികളുടെ ഉപദ്രവം സഹിക്കാനാകാതെ എന്താണ് ബ്രഹ്മാദി ദേവഗണം പ്രാർത്ഥിച്ചത് മൂലം ദശരഥൻ്റെയും കൗസല്യയുടെയും പുത്രനായി ഭഗവാൻ അവതരിച്ചു. ആ പ്രാവശ്യം ഭൂമിയിലേക്ക് വന്നത് വൈകുണ്ഠം പൂട്ടിയിട്ടാണ് പറയുന്നത്. എന്താ കാരണം? മറ്റൊക്കെ ഭഗവാനാണ് അവതരിക്കുക, അല്ല മത്സ്യം കൂർമ്മം വരാഹം നരസിംഹമൊക്കെ എങ്ങനെയാണ് ഒറ്റയ്ക്കുള്ള അവതാരം. പക്ഷേ ഈ അവതാരത്തിൽ എല്ലാവരും പോന്നു എന്നാണ് പറഞ്ഞത്. എന്താ കാരണം? അതായത് ഭഗവാൻ ശ്രീഹരിനാരായണൻ അഥവാ രാമചന്ദ്രസ്വാമിയായി, ലക്ഷ്മി ദേവി സീതാദേവിയായി, ശംഖചക്രങ്ങൾ എന്തായി? ഭരത ശത്രുഘ്നന്മാരായി അഥവാ അവതരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചരിത്രമാണ് അവിടെ. നമുക്ക് മനുഷ്യജീവിതത്തിൽ നമ്മൾ ഉപോത്ബലകമാക്കേണ്ട ഏറ്റവും വലിയ തത്വങ്ങളുടെ ക്രോഡീകൃത രൂപമാണ് രാമായണം. രാമായണം പലതുകൊണ്ടും ഇതാണ്. നമുക്ക് സമയപരിധിയുണ്ടെങ്കിൽ അപ്പോൾ നിർത്തണം അല്ലേ. അപ്പോൾ എന്താണ് രാമായണം? 7 കൗതുകത്തോടു കൂടിയൊരു ഗ്രന്ഥമാണ്. 7 അഴകുള്ള കൃതിയാന്ന് പറയും, കേട്ടിട്ടുണ്ടോ? ഇല്ല. രാമായണത്തിൻ്റെ 7 അഴക് ഇല്ല. മഹാഭാരതത്തിൻ്റെ 18 ശോഭ, ഇത് രണ്ടും എടുത്ത് പറയാറുള്ളൊരു വിശേഷതയാണ്. 18 പ്രാധാന്യമുള്ളതാണ് മഹാഭാരതം അല്ലേ. ഏതൊക്കെയാണ്? മഹാഭാരതം 18 സർഗങ്ങളാണ്, പിന്നെയോ പർവ്വങ്ങളാണ്. അപ്പോൾ ആ 18 പർവ്വങ്ങളിൽ ഭഗവത്ഗീത ഇതിലുള്ളതാണ്. ഭീഷ്മപർവത്തിലെ ഒരധ്യായത്തിലുള്ളതാണ് അല്ലേ. എന്താ വെറും 2 വരി കൊണ്ടേ അതിൽ പറഞ്ഞിട്ടുള്ളൂ. ഉഴറിയരുളിന മൊഴികൾ ഉപനിഷത്താകയാൽ ഓതിനാർ ഗീതയെന്നാദരാൽ ജ്ഞാനികൾ. ഭഗവാൻ യുദ്ധരംഗത്തിൽ കുരുക്ഷേത്രത്തിൽ വെച്ച് തിടുക്കപ്പെട്ട അർജുനനെ ഉപദേശിക്കാൻ വേണ്ടി പറഞ്ഞ വാക്കുകളാണ് ഏത്? 18 അധ്യായമുള്ള ഭഗവത്ഗീത. അപ്പോൾ അതിൽ അധ്യായം എത്രയാണ്? 18 യുദ്ധത്തിൽ പങ്കെടുത്ത അക്ഷൗഹിണിയുടെ കണക്ക് എത്രയാണ്? 11ഉം 7ഉം അല്ലേ. കൗരവപക്ഷത്ത് 11 അക്ഷൗഹിണി ഉണ്ടായിരുന്നു. കാരണം ഭഗവാന്റെ നാരായണ സൈന്യത്തെ കൂടി ആരാ കൊണ്ടുപോയി? ദുര്യോധനൻ കൊണ്ടുപോയി. കൃഷ്ണനെ ഇപ്പോൾ ഒറ്റയ്ക്ക് കിട്ടിയിട്ട് എന്താ കാര്യം? താൻ ആയുധം എടുക്കില്ല എന്ന് ശപഥവും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. ഞാൻ നിങ്ങളുടെ ആരുടെ കൂടെ വന്നാലും എന്ത് ചെയ്യില്ല, ഞാൻ ആയുധം എടുക്കില്ല. അപ്പോൾ ദുര്യോധനൻ മനസ്സിലാക്കി, ഒരു ആയുധം എടുക്കാത്ത ഒരാളെ കിട്ടിയിട്ട് ഇപ്പോൾ എന്താ കാര്യം?
അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ നാരായണ സൈന്യം മതിയെന്ന്. അപ്പോൾ അങ്ങനെ ഒരു 3 അക്ഷൗഹിണി അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 11 അക്ഷൗഹിണിയാണ് ആരുടെ പക്ഷത്ത്? കൗരവരുടെ പക്ഷത്ത്. പാണ്ഡവരുടെ പക്ഷത്തോ 7 അക്ഷൗഹിണിയേ ഉള്ളൂ. പക്ഷേ ധർമ്മപുത്രർക്ക് അറിയായിരുന്നു എന്ത്? ഭഗവാൻ കൂടെയുണ്ട് അല്ലേ? അന്തിമ വിജയം എവിടെ തന്നെയാണ്? ധർമ്മത്തിൻ്റെ പക്ഷത്ത് തന്നെയാണ്. ഹരിനാരായണൻ പരൻ ജഗന്നാഥൻ അരീകത്തുണ്ടല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് എന്തിനാണ് ഭരം? അപ്പോൾ ഈ ഹരിനാരായണനായിട്ടുള്ള ജഗന്നാഥനായിട്ടുള്ള ഭഗവാൻ സദാസമയം ഞങ്ങളുടെ കൂടെയാണ്. ഞങ്ങൾക്കിനി മറ്റൊന്നിൻ്റെയും ആവശ്യമില്ല. അങ്ങനെ ഭഗവാന്റെ ഇതോ ഏറ്റവും ലോകം കണ്ട ഏറ്റവും വലിയ ഫിലോസഫറാണ് ആര്? ശ്രീകൃഷ്ണൻ അല്ലേ? തത്വചിന്തകനാണ്. അതാത് സമയത്ത് വേണ്ടത് പ്രത്യുൽപ്പന്നമതിത്വം എന്നതിന് പറയാം. വേണ്ടത് ചെയ്യാനുള്ള ബുദ്ധി അതുള്ളവർക്കേ ജീവിത വിജയമുള്ളൂ. അങ്ങനെ ധർമ്മത്തെ ഇവിടെ പുനഃസ്ഥാപിക്കാനായി പാണ്ഡവരാകുന്ന കരുക്കളിലൂടെ ഭഗവാൻ നടത്തിയ യുദ്ധമാണ് കുരുക്ഷേത്ര യുദ്ധം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ശ്രീരാമചന്ദ്രസ്വാമിയും ഇതേപോലെ രാവണനെ കൊണ്ട് പൊറുതിമുട്ടിയപ്പോൾ ലോകർ മുഴുവൻ വിഷമിച്ചു. ഇനി രാവണൻ ഉപദ്രവിക്കാത്ത ഒരു വിഭാഗമില്ല എന്നാണ്. 16 ശാപം രാവണന് കിട്ടി പറയാം. 16 തലത്തുനിന്ന് ബ്രഹ്മാവ് മുതൽക്ക് ഇങ്ങോട്ട് നാരദൻ വരെ ഉള്ളവർ ശപിച്ചറിഞ്ഞു ആരെ? രാവണനെ. അപ്പോൾ ഇവിടെ ഇതാ ഈ അങ്ങനെ ആ രാവണൻ്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ ആ കൈകസീപുത്രന്മാരായ രാവണൻ, കുംഭകർണൻ, വിഭീഷണൻ വിഷ്ണുഭക്തിയാണ് ചോദിച്ചല്ലേ. അതുകൊണ്ട് വിഷ്ണുഭക്തനാണ് അവസാനം ഭഗവാന്റെ പക്ഷത്തേക്ക് വന്നതും അതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ അവർ നിഗ്രഹിക്കാനായിക്കൊണ്ട് അവതരിച്ചു. അങ്ങനെ അവർ അയോധ്യയിൽ അങ്ങനെ അയോധ്യ മാതാപിതാക്കൾക്കും അയോധ്യാവാസികൾക്കും ആനന്ദം പകർന്നു നൽകിക്കൊണ്ട് ഗ്രാമവാസികൾക്കൊക്കെ സന്തോഷം പകർന്നു നൽകിക്കൊണ്ട് ആ കുട്ടികളങ്ങനെ ബാലലീലകളൊക്കെ നടത്തി വിദ്യാഭ്യാസവും ചെയ്യിച്ചു. ആരാണ്? വസിഷ്ഠ മഹർഷി അല്ലേ? ഇവരെ കുലഗുരുവാണ് വസിഷ്ഠൻ. വസിഷ്ഠൻ ശരിക്കും ഭൂമിയിലിരിക്കേണ്ട ആളൊന്നല്ല, ഇവിടെയുള്ള ആളാണ്. സ്വർഗലോകത്ത് ബ്രഹ്മലോകത്തുള്ള ആളാണ്. സപ്തർഷികളിൽ ഒരാളാണ് അല്ലേ? പുലഹൻ, പുലസ്ത്യൻ, മരീചി, അത്രി തുടങ്ങിയവരുടെ കൂട്ടത്തിലാണ് ആര്? ഈ വസിഷ്ഠൻ. അപ്പോൾ വസിഷ്ഠൻ മനസ്സിലാക്കി ഇപ്പോൾ ഇവിടെ രഹസ്യമായൊരു കാര്യങ്ങളൊക്കെ ചർച്ച നടത്തിയതുണ്ട്. എന്താണത്? ഭഗവാൻ ഭൂമിയിൽ പോയി മനുഷ്യനായി അവതരിക്കാൻ പോകുന്നുണ്ട്. എന്നാൽ ഭഗവാനെയും ഉപാസിച്ചുകൊണ്ട് അങ്ങനെ ഭൂമിയിൽ കുറച്ച് കാലം ജീവിക്കാൻ അവസരം കിട്ടിയാൽ ഇനി ഇതിൽ പരം മോക്ഷം എന്താ? ഇപ്പോൾ വസിഷ്ഠ മഹർഷി എന്ത് ചെയ്തു? അരുന്ധതി ദേവിയെയും കൂട്ടിയിട്ട് എവിടേക്ക് വന്നു? ഭൂമിയിൽ വന്നു. എന്നിട്ടോ അയോധ്യയുടെ കുലഗുരുവായി. അപ്പോൾ അത് പറയുന്നുണ്ട്, പല സന്ദർഭത്തിലായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ആ ഗുരുവായതിൻ്റെ മഹത്വം തൻ്റെ ഭാഗ്യത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ അങ്ങനെ വസിഷ്ഠൻ ഈ കുട്ടികൾക്ക് 7 വയസ്സായപ്പോൾ ഉപനയനം നടത്തി. പിന്നെ ഒരു 10 വയസ്സായപ്പോൾ ക്ഷത്രിയ ധർമ്മങ്ങളൊക്കെ നിർവഹിക്കാൻ തുടങ്ങി. എന്താ ക്ഷത്രിയ ധർമ്മം? നായാട്ടിന് പോവുക. മൃഗയാവിനോദം അവരുടെ ഒരു വിനോദമാണ്. അപ്പോൾ ആ മൃഗയാവിനോദത്തിന് പോയി മാനുകളൊക്കെ വേട്ടയാടി അച്ഛൻ്റെ മുന്നിൽ കൊടന്നു കൊടുത്തു. മകൻ അതുല്യ പരാക്രമിയാണെന്നൊക്കെ ദശരഥന് ബോധ്യമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിശ്വാമിത്ര മഹർഷി വരുന്നു. വിശ്വാമിത്ര മഹർഷിയും മനസ്സിലാക്കിയിട്ടുണ്ട് സാക്ഷാൽ ഭഗവാനാണ് അവിടെ ശ്രീരാമനായിട്ട് വളരുന്നത്. ആ ഭഗവാനെ ഒന്ന് കാണാൻ വേണ്ടി ഒരവസരം സൃഷ്ടിച്ചുകൊണ്ട് വിശ്വാമിത്രൻ അയോധ്യയിൽ വന്നതാണ്. ഈ കുട്ടികളെ തൻ്റെ യാഗരക്ഷയ്ക്ക് പറഞ്ഞയക്കണമെന്ന്. അങ്ങനെ യാഗരക്ഷയ്ക്ക് കൊണ്ടുപോയ കുട്ടികൾ ആദ്യം കാണുന്നത് ആരെയാണ്? ആദ്യമേ രാമായണത്തിൽ നടക്കുന്നൊരു സംഭവം എന്താണ്? ഒരു സ്ത്രീവധമാണ് അല്ലേ? സ്ത്രീവധം പാപമാണ് എന്നാണ് പറയാം. എന്നിരുന്നാലും ശ്രീരാമചന്ദ്രസ്വാമിക്ക് അത് വേണ്ടി വന്നു. എന്താണത്? ദുഷ്ടാനാം ഉപരോധം നൃപകുലധർമ്മം. ഒരു രാജാവിൻ്റെ ധർമ്മം എന്താണ്? ദുഷ്ടന്മാരെ ഉപരോധിക്കലാണ്. അപ്പോൾ താടക എന്ന് പറഞ്ഞാൽ ആ രാക്ഷസി ഒരു യക്ഷിയുടെ ശാപം കൊണ്ട് വന്നതാണൊക്കെ നമ്മൾ കേട്ടു അല്ലേ? അഗസ്ത്യൻ്റെ ശാപത്താൽ യക്ഷിയാണ് ഇവിടെ താടകയായി വന്നത്. പക്ഷെ അവൾ എന്തിൻ്റെ പ്രതീകമാണ്? അഹങ്കാരത്തിൻ്റെ. നമ്മുടെ മനസ്സിൽ എപ്പോഴും വിരാജിക്കുന്നൊരു ദുർഗുണമാണെന്ത്? അഹങ്കാരം. ഈ അഹങ്കാരം എന്താണ്? ഉള്ളിടത്തോളം കാലം, വാഴുന്നിടത്തോളം കാലം മറ്റൊരു സൽഗുണങ്ങളും അവിടേക്ക് പ്രവേശിക്കില്ല. അതാണ് രാമായണത്തിൽ പറഞ്ഞത്. അവളെ പേടിച്ചാരും നേർവഴി നടപ്പിയില്ല, ഭുവനവാസി ജനം ഭുവനേശ്വര പോറ്റി. ഇതൊരു ലോകതത്വമാണ്. അപ്പോൾ ആ ലോകതത്വത്തിലേക്ക്
കൊണ്ടുവരുന്നു. അപ്പോൾ നമ്മൾ ഈ 18ൻ്റെ കഥയ്ക്ക് പോയി ഇപ്പോൾ രാമായണത്തിലെത്തിയല്ലേ. 18 അങ്ങനെ 18 പർവ്വങ്ങളുണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് ഭഗവത്ഗീത 18ആണ്. കുരുക്ഷേത്ര യുദ്ധത്തിലുള്ളവർ 18ആണ്. 18 ദിവസമാണ് എന്ത് നടന്നത്? യുദ്ധം നടന്നത്. അപ്പോൾ അതൊക്കെ അങ്ങനെ പോട്ടെ. രാമായണത്തിന് ഇതുപോലെ 7ൻ്റെ അഴകാന്നാണ് പറയാം. എന്തൊക്കെയാണ് രാമായണം? ശ്രീരാമചന്ദ്രസ്വാമി 7ാമത്തെ അവതാരമാണ് അല്ലേ. ദശാവതാരത്തിൽ എത്രാമത്തെയാണ്? മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ 7 അല്ലേ. ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി. ശ്രീരാമൻ്റെ നക്ഷത്രം എന്താണ്? പുണർദമല്ലോ അല്ലേ. പുണർദം ഏതാണ്? അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകീരം, തിരുവാതിര, പുണർദം. അതും 7ആണ്. അപ്പോൾ അവതാരവും 7ആണ്. പിന്നെയോ രാമരാവണ യുദ്ധം നടന്നത് എത്രയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? 7 ദിവസം. 7 ദിവസം നിരന്തരമായി രാമനും രാവണനുമായി യുദ്ധം ചെയ്തിട്ട് അഗസ്ത്യൻ്റെ ഇടപെടൽ കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അമൃതാംശത്തെ അദ്ദേഹത്തിൽ നിന്ന് മാറ്റിയതിന് ശേഷമേ രാവണനെ വധിക്കാൻ കഴിഞ്ഞുള്ളൂ. പിന്നെന്താണ് 7ൻ്റെ അഴക്? ശ്രീരാമചന്ദ്രസ്വാമി ഏത് വംശത്തിൽപ്പെട്ട ആളാ? സൂര്യവംശം അല്ലേ. സൂര്യവംശത്തിന് 7 കുതിരകളെ പൂട്ടിയിട്ടുള്ള തേരാണെന്നാണ് പറയാം. സൂര്യൻ ആ വംശത്തിൽ ജനിച്ച ആളാണ്. സീതാദേവിയെ പരിത്യജിക്കുന്നത് 7 മാസം ഗർഭമുണ്ടായിരിക്കുന്ന കാലത്താണ് എന്ന് ഉത്തരരാമായണം പറയുന്നു. അവൻ അങ്ങനെ 7 പിന്നെ നമ്മൾ പണ്ടൊക്കെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ അതിനെ നമുക്ക് പരിഹാരം കാണാൻ നമ്മൾ അവലംബിച്ചിരുന്നത് ഏതിനെയായിരുന്നു? ഈ രാമായണത്തെയാണ്. രാമായണം പകുത്തു നോക്കുക എന്ന് പറയും. പകുത്തു നോക്കി കിട്ടുന്ന പേജിൽ 7 വരി മാറ്റി 7 അക്ഷരം നീക്കി വായിച്ച് കിട്ടുന്ന ഫലം എന്തോ അതാണ് നമ്മൾ തുടങ്ങി വയ്ക്കാൻ പോകുന്ന കാര്യത്തിൻ്റെ ഫലം എന്ന് പൂർവികർ വിശ്വസിച്ചിരുന്നോ? ഏറെക്കുറെ അത് ശരിയുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ 7ൻ്റെ മഹത്വം അങ്ങനെ അനവധി ഉണ്ട്. അപ്പോൾ ഈ ജൂലൈ മാസത്തിലാണ് കർക്കിടകം വരുന്നത് അല്ലേ. ജൂലൈ എത്രാമത്തെ മാസം? 7ാമത്തെ മാസമാണ്. അപ്പോൾ ഇതൊക്കെ ആര് കണ്ടുപിടിക്കുന്നതാണ്? ഔചിത്യ ദീക്ഷയുള്ള നിരൂപകരുടെ കണ്ടെത്തലുകളാണ്. അപ്പോൾ 7ൻ്റെ ഒരു അഴക് രാമായണത്തിനുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതാ ആ രാമായണത്തിൽ ഇപ്പോൾ ഈ രാമലക്ഷ്മണന്മാർ എവിടെ എത്തി? കാമാശ്രമത്തിലെത്തി താടകയെ വധിച്ചു. ആ താടകയിലൂടെ മക്കളാണ് ആര്? സുബാഹു, മാരീചൻ. അവർ 2 പേരും ഇവരെ ഉപദ്രവിക്കാനായി പിന്തുടർന്നുകൊണ്ടുണ്ട്. അങ്ങനെ അവർ കാമാശ്രമത്തിൽ ഒരു ദിവസം താമസിച്ചു. പിറ്റേ ദിവസം യാഗരക്ഷയ്ക്കായി വിശ്വാമിത്ര മഹർഷിയുടെ സിദ്ധാശ്രമത്തിൽ എത്തിച്ചേർന്നു. അവിടെ യാഗരക്ഷ നടത്തി. അങ്ങനെ മാരീചനെയൊക്കെ അകറ്റി. അങ്ങനെ യാഗം കഴിഞ്ഞ് 3 ദിവസം അവർ അവിടെ പുരാണ കഥകളും പറഞ്ഞ് കഴിഞ്ഞുകൂടിയെന്നാണ് പറഞ്ഞു. ആ സമയം കൊണ്ട് ഈ കുട്ടികൾക്ക് ഇപ്പോൾ കാട്ടിൽ പോയ കൊട്ടാരസുഖത്തിൽ കഴിഞ്ഞ ആളാണ് ആര്? രാമലക്ഷ്മണന്മാർ. അവർക്കിപ്പോൾ ഈ കാട്ടിൽ കിട്ടാൻ പോകുന്ന എന്താ? പ്രകൃതിദത്തമായിട്ടുള്ള ഫലമൂലാദികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഈ കുട്ടികൾക്ക് വിശപ്പും ദാഹവും ഉണ്ടാകാതിരിക്കാനായി അതാ 2 വിദ്യകൾ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. എന്താണത്? 2 ബല. എന്താ ബല എന്ന് പറഞ്ഞ അർത്ഥം? കുറുന്തോട്ടി അല്ലേ. ആയുർവേദത്തിലെ ഔഷധ പറഞ്ഞ് ബലയും അതിബലയും ഉപദേശിച്ചു കൊടുത്തു. അതായത് വലിയ കുറുന്തോട്ടിയും ചെറിയ കുറുന്തോട്ടിയും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെ വിദ്യകളൊക്കെ ഉപദേശിച്ചു കൊടുത്തു. കുട്ടികൾക്ക് വിശപ്പും ദാഹവും ഇല്ല. വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ അങ്ങനെ ജീവിക്കുന്നു. അപ്പോൾ യാഗരക്ഷ കഴിഞ്ഞ് അച്ഛനോട് പറഞ്ഞ വാക്ക് യാഗം കഴിഞ്ഞ ഉടനെ തിരിച്ചു കൊണ്ടില്ലാം എന്നാണ്. പക്ഷേ വിശ്വാമിത്ര മഹർഷി പറഞ്ഞു രാമലക്ഷ്മണന്മാരോട് നമുക്ക് ആ മധുരാപുരി വരെ ഒന്ന് പോകാം. മിഥിലയിൽ ആരുണ്ട്? ജനക മഹാരാജാവുണ്ട്. അവിടെ ഒരു തലമുറയായി കിട്ടിയിട്ടുള്ളൊരു പള്ളിവില്ലുണ്ട്, ത്രയംബകം. ഈ ത്രയംബകം ഉപയോഗിച്ചിട്ടാണ് ശ്രീരാമചന്ദ്രസ്വാമി സീതാദേവിയെ വിവാഹം ചെയ്യുന്നത്, അർജുനൻ പാഞ്ചാലിയെ വിവാഹം ചെയ്യുന്നത്. അപ്പോൾ തലമുറയായി രാജാക്കന്മാർക്ക് ഈ പള്ളിവില്ല് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ജനകപുരിയിൽ പള്ളിവില്ലുണ്ട്. ഇത് എന്തിനു വേണ്ടി ഉപയോഗിച്ചതാണ്? ത്രിപുരദഹനത്തിന് വേണ്ടി ഉപയോഗിച്ച വില്ലാണ്. അവിടെ ആരുണ്ട്? യോഗമായ ദേവിയായ സീതാദേവി വളരുന്നുണ്ട്. അയോനിജയാണ് സീത. നമുക്ക് സന്ദർഭങ്ങൾ വരും പറയാം. അപ്പോൾ സീതാദേവിയെ വിവാഹം ചെയ്യാൻ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ നാരദ മഹർഷി ഉപദേശിച്ചിട്ടുണ്ട് ശ്രീരാമചന്ദ്രസ്വാമിക്ക് ഈ കുട്ടിയെ വിവാഹം ചെയ്തു കൊടുക്കാവോ എന്ന്. അപ്പോൾ അങ്ങനെ
ഇനിയിപ്പോൾ എങ്ങനെ ഈ ശ്രീരാമചന്ദ്രസ്വാമിയെ കണ്ടെത്തുക എന്ന് കരുതിയിട്ടാണ് ഒരു പണം വയ്ക്കുന്നുണ്ട് അല്ലേ. പണം എന്ന് പറഞ്ഞാൽ നമ്മൾ പന്തയം എന്നൊക്കെ പറയും. അതിന് ആരാണോ ഈ വെല്ലു കുലയ്ക്കുന്നത് ആ ആൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാം. നമ്മുടെ രാവണനൊക്കെ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞതിന്. അവസാനം രാവണൻ വില്ല് പൊങ്ങാൻ പറ്റാതെ മറിഞ്ഞ് വീണ് ശരീരമാസകലൊക്കെ മുറിയായി. അന്ന് തന്നെ വിദ്വേഷം ബാക്കിയൊക്കെ ഒരുവിധം ബാക്കി ആളുടെ അധീനത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ആരെ കണ്ടാലും ഉപദ്രവിക്കും, ഏതു സ്ത്രീകളെ കണ്ടാക്കാലും ബലാത്കാരം ചെയ്യും. ആ ഉപദ്രവത്തിൽ നിന്നാണ് അപ്പോൾ ഇവിടേക്ക് എത്തിപ്പെട്ടത്. അങ്ങനെ അവർ യാത്ര തുടങ്ങി. അവിടെ അതാ ഒരു ജന്തുഹീനമായൊരു പ്രദേശത്ത് എത്തിച്ചേരുന്നു. ജന്തുഹീനം എന്ന് പറഞ്ഞാൽ അവിടെ ശാന്തി സമാധാനം ഉണ്ട്, കാട്ടു മൃഗങ്ങളൊന്നുമില്ല. ബാക്കി എവിടെ ചെന്നാലും ഒന്നുമില്ലെങ്കിൽ ഒരു നായകനും കാണുക അല്ലേ, ഇന്നിപ്പോൾ കാണാത്ത ലോകം എവിടെയില്ല. അപ്പോൾ യാതൊരു കാട്ടുജീവജാലങ്ങളുടെ ഉപദ്രവമില്ലാതെ ഇത്രയും ശാന്തിയും സമാധാനവും കളിയാടുന്ന ഈ സ്ഥലം ഏതാണെന്ന് രാമചന്ദ്രസ്വാമി ആരോട് ചോദിക്കുകയാണ്? വിശ്വാമിത്ര മഹർഷിയോട് ചോദിച്ചു. അപ്പോൾ പറയുന്നു, ഇതാണ് ഗൗതമാശ്രമം. ഇവിടെ ആ ശിലാരൂപത്തിൽ കിടക്കുന്ന ദേവിയാണ് അഹല്യ. അപ്പോൾ ആ അഹല്യയുടെ ചരിത്രം, അഹല്യ എന്താണ് ശിലയായി തീരാൻ കാരണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് ദേവിയുടെ അനുഗ്രഹത്താൽ പറയുവാനും കേൾക്കുവാനും സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ദേവിയുടെ കവാടങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആമുഖം കുറച്ച് നീണ്ടുപോയെങ്കിലും നമ്മളത് ഉള്ളിൽ ഉൾക്കൊള്ളാൻ പാകത്തിലായിട്ടില്ലെങ്കിൽ നമുക്കത് ചിലപ്പോൾ ഉറങ്ങിപ്പോകും. അപ്പോൾ അതിൻ്റെ ഒന്നാമത് നമ്മൾ ഇങ്ങനെയുള്ള സത്സംഗ വേദികളിലൊന്നും ഇരുന്ന് ഉറങ്ങരുത്. കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക. നമുക്ക് നമ്മുടെ മനസ്സിലെ ലക്ഷ്യം ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ സമ്പാദിച്ച് പരമപ്രാപ്തിയിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഇതാ അഹല്യയുടെ ശിലാരൂപത്തിൽ കിടക്കുന്ന അഹല്യയുടെ സമീപത്ത് നമ്മളും എത്തിപ്പെട്ടിരിക്കുന്നു. ശ്രീരാമചന്ദ്രസ്വാമിയും ലക്ഷ്മണനും അഥവാ വിശ്വാമിത്രനുമുണ്ട്. അങ്ങനെ അപ്പോൾ ചോദിച്ചു, സർവമോഹനകരം ജന്തുസഞ്ജയഹീനം കണ്ടു കൗതുകം പൂണ്ടു വിശ്വാമിത്രനെ നോക്കി പുണ്ടരികേഷണനും ഈ വണ്ണമരുൾ ചെയ്തു. ആശ്രമപദമിതം വാർക്കുള്ളു മനോഹരം ആശ്രയയോഗ്യം നാനാജന്തുവർജിതം ദാനം എത്രയും ആഹ്ലാദമുണ്ടായിതു മനസ്സിമേ തത്വമെന്തെന്നതരുൾ ചെയ്യണം തപോനിതേ. ഇതിൻ്റെ തത്വം ഈ ശിലാരൂപത്തിലാകാൻ അഹല്യയ്ക്ക് എന്താണ് കാരണമുണ്ടായേ എന്ന് പറഞ്ഞു തരണമെന്നാണ് വിശ്വാമിത്ര മഹർഷിയോട് ചോദിക്കുന്നത്. അപ്പോൾ അത് അഹല്യയുടെ ജീവിതകഥ പറയുന്നു. ബ്രഹ്മാവിൻ്റെ പുത്രിയാണ് ആര്? അഹല്യ. വിശ്വസുന്ദരിയായ അഹല്യാദേവിതാനും വിശ്വസുന്ദരിയാണ്, ലോകസുന്ദരിയാണ്. അപ്പം ഇന്നാണെങ്കിൽ ലോകസുന്ദരിമാർക്കൊക്കെ പട്ടം കൊടുക്കുന്നുണ്ട് അല്ലേ, മത്സരങ്ങളും സ്ഥാനം അതൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് ആ കാലഘട്ടത്തിൽ അതൊന്നും ഇല്ലെങ്കിലും എന്തുണ്ടായിരുന്നു? ലോകസുന്ദരിമാരൊക്കെ ഉണ്ടായിരുന്നു. ബ്രഹ്മാവിൻ്റെ പുത്രിയായ അഹല്യ ലോകസുന്ദരിയായിരുന്നു, അഴകാർന്ന സൗന്ദര്യമായിരുന്നു. എന്തും അധികമായാൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അധികമായാൽ അമൃതം വിഷം എന്നാണ് അല്ലേ. ഭാര്യ രൂപവതി ശത്രു എന്ന് പറയും. അതിസുന്ദരിയായ ഒരു ഭാര്യയും കൊണ്ട് നടക്കുന്ന ഭർത്താവിന് എന്തു വേണ്ടി വരും? പല അനുഭവങ്ങളും എടുക്കേണ്ടി വരും. അത് ആ ഭാര്യ ശത്രുസ്ഥാനത്തെ നിൽക്കുമെന്നാണ് പറയാം. അപ്പോൾ ഇതെന്നൊക്കെ വലിയ തത്വങ്ങളുണ്ട് ഇല്ലേ, വലിയ വിശദാംശങ്ങൾ നമ്മൾ തേടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ലോകസുന്ദരിയായ ദിവ്യ കന്യകാരത്നം ഗൗതമ മുനീന്ദ്രന് കൊടുത്തു വിധാതാവ്. അപ്പോൾ ഇദ്ദേഹത്തിനോട് ദേവേന്ദ്രൻ വന്ന് ചോദിച്ചു അത്രേ, ബ്രഹ്മാവിനോട് ചോദിച്ചു അത്രേ, മകളെ തനിക്ക് തരുമോ എന്ന്. പക്ഷേ ബ്രഹ്മാവ് ആർക്കാ കൊടുത്തത്? ദേവേന്ദ്രന് കൊടുത്തില്ല, ഗൗതമ മുനിക്കാണ് കൊടുത്തത് അല്ലേ. അന്നും തന്നെ സമൂഹത്തിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണ്? ഋഷിമുഖ്യന്മാരാണ്. അപ്പോൾ തപോധനന്മാരാണ് അവർ. അപ്പോൾ അവർക്ക് കഴിഞ്ഞ് മറ്റൊരാൾക്കും സ്ഥാനമുള്ളൂ. അപ്പോൾ ഈ ഗൗതമ മഹർഷിക്ക് കൊടുത്തു. പക്ഷേ നമ്മൾ സാധാരണ വരേണ്ട ഒരാളിൽ അല്ലെങ്കിൽ ഒരുവളിലൂന്നിയ മനസ്സിനെ മാറ്റുക എന്ന് പറയുന്നത് എളുപ്പമല്ല അല്ലേ. പുഴയൊഴുകിയിടും ഗതി മാറ്റിയിടാം എന്നാണ്. ഒരു പുഴയെ തന്നെ വേണമെങ്കിൽ നമുക്ക് എന്ത് തിരിച്ചുവിടാം? വഴി തിരിച്ചുവിടാം. എന്നാൽ ഒരാളിലൂന്നിയ മനസ്സിനെ മാറ്റുക പ്രയാസമാണ്. ഇന്ദ്രൻ്റെ മനസ്സിൽ ഇപ്പോഴും എപ്പോഴും ഉണ്ട് എന്ത്? അഹല്യ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സുന്ദരിയായ അഹല്യയെ
സാധാരണഗതിയിൽ നമ്മൾ പരസ്ത്രീകളെ കാണേണ്ടത് എങ്ങനെയാണ്? മാതൃവത് പരതാരാണി ആത്മവത് സർവഭൂതാനി ലോഷ്ടവത് പരദ്രവ്യാണി യോ പശ്യതി സ പണ്ഡിത എന്നാണ്. ഇങ്ങനെയുള്ളവരാണ് പണ്ഡിതന്മാർ. സ്ത്രീകളെ മുഴുവൻ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന രാവണനെ പോലെയുള്ളവർക്ക് വരുന്ന പതനം എന്താണെന്ന് നമ്മൾ രാമായണത്തിൽ കാണുന്നു അല്ലേ? സർവഭൂതങ്ങളും പോലെയുള്ള ഉള്ളിൽ അധിവസിക്കുന്ന ആത്മാവാണ് എൻ്റെ ഉള്ളിലും എന്ന് തിരിച്ചറിയുന്നവനാണ് പണ്ഡിതൻ. മാതൃവത് പരതാരാണി മറ്റു സ്ത്രീകളും അമ്മയ്ക്ക് തുല്യമാണെന്നുള്ള തിരിച്ചറിവുള്ളവനാണ് ആര്? പണ്ഡിതൻ. ലോഷ്ടവത് പരദ്രവ്യാണി മറ്റുള്ളവരുടെ സമ്പത്ത് എന്തുകൊണ്ടായിക്കോട്ടെ ആയിക്കോട്ടെ നമ്മുടെ അധ്വാനിച്ചതിനെ നമുക്ക് അർഹതയുള്ളൂ അല്ലേ? മറ്റുള്ളവരുടെ സമ്പത്ത് നമുക്ക് എന്താണ്? മണ്ണും കട്ടയാണ്. ലോഷ്ടവത് മണ്ണും കട്ടയായി തിരിച്ചറിയുന്നവർക്കാണ് എന്ത് പേര് പറയുക? പണ്ഡിതൻ. അപ്പോൾ പക്ഷേ ഇന്ദ്രന് അത് കഴിഞ്ഞില്ല അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ആ ഇന്ദ്രൻ എന്താ ചെയ്തത്? ഈ ലോകത്തെ എല്ലാം സംഭവിക്കുന്നത് എന്ത് മൂലം? കനകം മൂലം, കാമിനി മൂലം, കലഹം പലവിധമുലകിൽ സുലഭം. ഇവിടെ ഗൗതമ മഹർഷിയുടെ കൂടെ ഗംഗാതീരത്ത് വിശ്വസുന്ദരിയായ അഹല്യയും അങ്ങനെ സന്യാസധർമ്മവും നിർവഹിച്ചുകൊണ്ട് അങ്ങനെ സുഖമായി കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എവിടെ സ്ത്രീയെ ആദരിക്കുന്നുണ്ടോ അവിടെ മാത്രമേ എന്തുള്ളൂ? മഹത്വമായ കർമ്മങ്ങൾ നിർവഹിക്കപ്പെടുന്നുള്ളൂ. എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. എവിടെ സ്ത്രീ ആദരിക്കപ്പെടുന്നുണ്ടോ അവിടെ മാത്രമേ അവിടെ മാത്രമേ എന്തു ചെയ്യുള്ളൂ? ദേവന്മാർ വിഹരിക്കുകയുള്ളൂ. നമുക്കല്ലെങ്കിൽ ഈശ്വരകോപമാണ്. കുടുംബകലഹമുള്ളിടത്ത്, സ്ത്രീയെ ആദരിക്കുന്നിടത്ത് എന്തുണ്ടാവും? ഈശ്വരകോപമുണ്ടാകും. അതാണ് നമ്മുടെ ഭാരതീയ സംസ്കാരം. സ്ത്രീയെ മാതാവായി കണക്കാക്കുക, മാതാവിനെ പോലെ ആദരിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആ അദ്ദേഹത്തിന് കൊടുത്തു. അവരങ്ങനെ കഴിഞ്ഞു പോരുമ്പോൾ എന്താ സംഭവിച്ചത്? ദുശ്ചവനവനം കുസുമായുധവശനായാൻ. ആരാ ദുശ്ചവനൻ? ദേവേന്ദ്രൻ അല്ലേ? ദേവേന്ദ്രന് കാമപരവശനായി അഹല്യയെ കണ്ട് മോഹിച്ച് അഹല്യയെ പ്രാപിക്കണമെന്നുള്ള ചിന്താഗതിയിലെത്തുകയാണ്. കാമാസ്ത്രങ്ങളൊക്കെ ഏറ്റവനായി എന്ന് പറഞ്ഞാൽ കാമാസ്ത്രങ്ങളേതാ? അശോകം അരവിന്ദഞ്ച ചൂതഞ്ച നവമാലിക നീലോൽപ്പലം ഇതി പഞ്ചബാണസ്യ പഞ്ചസായക എന്നാണ്. അശോകത്തെച്ചി, അരവിന്ദം താമര, നീലോൽപ്പലം, കരിങ്കുവളം അങ്ങനെ തുടങ്ങി ചൂതം, തേന്മാവിൻ പൂവ്, നവമാലിക മുല്ല. അപ്പോൾ ഇതൊക്കെ എന്താണ്? കാമദേവൻ്റെ 5 ബാണങ്ങളാണ്. ഈ ബാണങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്. ശ്രീരാമചന്ദ്രസ്വാമിയുടെ ബാണം പോലുള്ള ബാണമല്ല അത്, ആണോ? ആ ബാണം വന്ന് വീണാൽ പിന്നെ അവസാനിച്ചു എന്നാണ്. പക്ഷേ ഈ ബാണം വന്നാൽ അവസാനിക്കുകയല്ല ചെയ്യുക, ആരംഭിക്കുക ചെയ്യുക അല്ലേ? ആരുടെ മനസ്സിൽ കുസുമബാണം ഏൽക്കുന്നുവോ അവരുടെ മനസ്സ് പ്രവർത്തിച്ചു തുടങ്ങായി. എന്തിന്? പിന്നെ അത് അവസാനത്തിലെത്തി നിൽക്കുള്ളൂ. ഒന്നുകിൽ ചാടിപ്പോവും, അല്ലെങ്കിൽ അതങ്ങനെയുള്ള അനർത്ഥങ്ങളൊക്കെ സംഭവിക്കും. ഇവിടെ നോക്കുക, കാമപരവശനായി തീർന്നു. അതുകൊണ്ട് ആ അഹല്യയെ പ്രാപിക്കണമെന്ന ചിന്താഗതി അതങ്ങനെ വർദ്ധിച്ചു വന്നു. ഇവിടെ ഇതാ ഗൗതമ മഹർഷി, അങ്ങനെയാണല്ലോ ഋഷിധർമ്മം. നമ്മുടെയൊക്കെ ധർമ്മം തന്നെ. രാവിലെ നേരത്തെ എഴുന്നേൽക്കും അല്ലേ? ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുക്കണം മഹർഷി. ആ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഗൗതമ മഹർഷി ഗംഗാസ്നാനത്തിന് പുറപ്പെട്ടു പോയ സമയം ഈ ഇന്ദ്രൻ അവിടേക്ക് കയറുന്നു. ബ്രാഹ്മേ മുഹൂർത്തേ ഉത്തിഷ്ഠേത് സ്വസ്ഥോ രക്ഷാർത്ഥമായുഷ എന്നാണ്. എപ്പോൾ നമ്മൾ എഴുന്നേൽക്കണം? ബ്രാഹ്മമുഹൂർത്തത്തിൽ. ഇപ്പോൾ മഴ പെയ്യണ സമയമാണ്, സുഖമായിട്ട് പുതപ്പിട്ട് മൂടി കിടക്കുക എന്ന് പറയുന്നത് പോലെ മൗഢ്യം മറ്റൊന്നില്ല. ഇവിടെ ഇതാ ആയുർവേദം പറയുന്നു എന്ത്? ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേക്കൂ. ശാസ്ത്രജ്ഞന്മാരും പറയുന്നു എന്ത്? പ്രഭാതത്തിൽ വീശുന്ന കാറ്റിന് ഔഷധവീര്യമുണ്ട് എന്നാണ്. നമുക്കറിയാം അല്ലേ? നമുക്ക് തന്നെ എഴുന്നേറ്റ് നോക്കിയാൽ 6 മണിക്കുള്ളിലുണ്ടാകുന്ന ഒരു അന്തരീക്ഷവും വെയിൽ തെറിച്ച് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന അന്തരീക്ഷമൊക്കെ വ്യത്യസ്തമാണ്. അപ്പോൾ ഏറ്റവും ബ്രാഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റുകൊണ്ട് ഇതാ ഈ ഗൗതമ മഹർഷി ഗംഗാസ്നാനത്തിനായി ചെന്ന് നോക്കുമ്പോൾ എന്താണ്? മിത്രൻ ഉദയമൊട്ടടുത്തിയിലെന്ന് കണ്ടു. സൂര്യൻ ഉദിക്കാൻ ഇനിയും കുറേ സമയമുണ്ടല്ലോ എന്ന് മനസ്സിലാക്കുകയാണ്. കാരണം പ്രഭാതമായിട്ടില്ല, ഗംഗ ഉണർന്നിട്ടുമില്ല. അപ്പോൾ പിന്നെ തൻ്റെ സ്നാനം എങ്ങനെ നടക്കും? പണ്ടൊക്കെ എങ്ങനെയാണ് സമയം നോക്കിയെന്ന? ഘടികാരം നോക്കിയിട്ടൊന്നല്ല, ആണോ? താക്കോൽ കൊടുക്കാതരുണോദയത്തിൽ താനേ മുഴങ്ങും വലിയോരലാറും
പൂങ്കോഴിതൻ പുഷ്കല കണ്ടനാദം കേട്ടിങ്ങുണർന്നേറ്റ് കൃഷിബലന്മാർ. രാവിലെ നേരത്തെ എന്ത് കേട്ടിട്ടാ? പൂങ്കോഴിയുടെ കൂല. അവർക്കുണ്ട് പ്രകൃതി നിയമം. ഇല്ലാത്തത് ആര് മാത്രമേ ഉള്ളൂ? മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ അല്ലേ? നമ്മൾ അലാറം അടിച്ചാലും ഉടനെ അത് ഓഫ് ചെയ്ത് വയ്ക്കും, ഇനി കുറച്ചും കൂടി കിടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തിനാ അലാറം വെച്ചിടണമെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഡ്യൂട്ടി അല്ലേ? അതങ്ങനെ നടക്കും. പക്ഷേ പൊതിച്ച് മൂടി ഒന്നും കൂടി ചുരുണ്ട് കിടക്കുന്ന അവിടേക്ക് നമ്മൾ എത്തിപ്പെട്ടു. അപ്പോൾ ഇതൊക്കെ പഴയ, അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഒരു യജ്ഞത്തിലോ യാഗത്തിലോ ഒരു തപസ്സിലോ ഒക്കെ ഈശ്വര സാക്ഷാത്കാരം കിട്ടിയിരുന്നു, ഭഗവാനെ കാണാൻ കഴിഞ്ഞിരുന്നു. നമ്മളോ എത്ര ജന്മം കൊണ്ട് സാധിക്കുമെന്ന് പറയാൻ പറ്റില്ല. പ്രാർത്ഥിക്കാനേ പറ്റൂ. എന്ത്? അന്തേ നാരായണ സ്മൃതി അല്ലേ? അവസാനത്തെ ഭഗവാൻ ദർശനം തരണേ എന്ന് ഭാഗവതത്തിൽ ആ അജാമിളൻ്റെ ഇത് പറഞ്ഞ സമയത്ത് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അവസാനത്തിൽ ഭഗവാനെ ദർശനം തരണേ, അത്രയും സുഹൃതികൾക്ക് മാത്രം സാധിക്കുന്ന ഒന്നാണത്. മോക്ഷപ്രാപ്തിക്ക് അർഹരായവർക്ക് മാത്രം സാധിക്കുന്നതാണ് ഭഗവത് ദർശനം. അപ്പോൾ അതാ പറഞ്ഞ. അപ്പോൾ ഇവിടെ ഗംഗാസ്നാനത്തിന് പോയ ഗൗതമൻ സമയം അറിഞ്ഞില്ലെന്ന് കണ്ട് തിരിച്ചു വന്ന് നോക്കുമ്പോൾ എന്താ ഇവിടെ നടക്കുന്ന സംഭവം? തന്നുടെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ടതികോപം കൈക്കൊണ്ടു മുനീന്ദ്രനും. ഗൗതമൻ പുറത്തേന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അതാ ഉള്ളിൽ നിന്നൊരു ഗൗതമൻ അങ്ങോട്ട് പോണു. അത് കണ്ടപ്പോൾ ഗൗതമ മഹർഷിക്ക്, മഹർഷിമാരാണ്, അവർക്ക് നിഗ്രഹാനുഗ്രഹ ശക്തിയുള്ളവരാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഭഗവാനോളം പദവിയിലെത്തിയിട്ടുള്ളവരാണ്. അപ്പോൾ അദ്ദേഹത്തിന് കോപം മുഖത്തു. അപ്പോൾ ഇദ്ദേഹത്തെ ഇന്ദ്രനെ ശപിക്കുന്നു. നീ ഈ അധർമ്മം ചെയ്തതിൻ്റെ ശിക്ഷ അനുഭവിച്ചോളൂ എന്ന് പറഞ്ഞ് സഹസ്രഭകനായി ഭവിക്കാ ഭവാനിനെ തപസ്സീശ്വര സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം. നീ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം എന്തേ ചെയ്യൂ? വേറെ ആൾക്കും കിട്ടില്ല. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകയെന്നേ വരൂ. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വാൽമീകി മഹർഷി പറഞ്ഞു അല്ലേ, തട്ടിപ്പറിക്കാരനായിരുന്നു, രത്നാകരനായിരുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പോൾ സപ്തർഷികൾ ചോദിക്കും, നീ എന്തിനാ രത്നാകര ഈ പാപവൃത്തി ചെയ്യുന്നത്? ഇതൊക്കെ നീ അനുഭവിച്ച് തീർക്കണ്ടേ? അപ്പം അദ്ദേഹം പറഞ്ഞെന്താ? അല്ല, ഞാൻ എനിക്ക് വേണ്ടിയല്ല അതൊന്നും ചെയ്യുന്നത്, എൻ്റെ കുടുംബം പോറ്റാനാണ്, എനിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവർക്ക് കൊണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത്. എന്നാൽ നീ അവരോടൊന്ന് പോയി ചോദിച്ചു നോക്ക്, അവർ ഈ പാപഫലങ്ങൾ അനുഭവിക്കുമെന്നൊന്ന് ചോദിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താ അവർ പറഞ്ഞ മറുപടി? ഞങ്ങളൊന്നും അനുഭവിക്കില്ല. ഒരു ഭർത്താവിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ത്? ഭാര്യയും കുട്ടികളെയും നോക്കുക. അത് അധർമ്മത്തിലൂടെ ചെയ്യണമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ കർത്താവ് ഒഴിഞ്ഞ് മറ്റന്യൻ ഭുജിക്കുമോ അല്ലേ? ചെയ്തവനല്ലാതെ ആ പാപഫലം ഒരിക്കലും വേറൊരാളും അനുഭവിക്കുകയില്ല എന്നാ കൊടുത്ത മറുപടി. എന്നിട്ടാണ് അദ്ദേഹത്തിന് മാനസാന്തരം അല്ലേ? ഒരു പറഞ്ഞു കൊടുത്ത ആ രാമമന്ത്രത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് മര ജപിച്ച് രാമനായി രാമമന്ത്രത്തിലെത്തി. അങ്ങനെ 1000 വർഷം തപസ് ചെയ്തു എന്നാണ്. അതിശയോക്തിയൊന്നുമില്ല. എന്താ കാരണം? അന്നത്തെ ആയുസ് 3000-4000 ഒക്കെ വർഷമാണ്. കൃതയുഗത്തിൽ 4000 വർഷമാണ് മനുഷ്യായുസ്. ത്രേതായുഗത്തിലെ 3000 വർഷമാണ് എന്ന് പറയുന്നു ഗ്രന്ഥങ്ങൾ. ദ്വാപരയുഗത്തിലെ ത്രേതായുഗത്തിലെ ദ്വാപരയുഗത്തിലെ 3000 വർഷം. ഈ കലിയുഗം വന്നപ്പോൾ എത്രയ്ക്ക് കുറച്ചു ഭഗവാൻ? 120. എന്താ 120 കൊല്ലം തന്നെ ഒരാൾ ജീവിച്ചിവിടെ ഇരുന്ന അപ്പോഴത്തെ സ്ഥിതിയിൽ പറയാനില്ല അല്ലേ? അപ്പോൾ അവിടുന്ന് പെട്ടെന്ന് 120ക്ക് എത്തിയെന്നാണ് പറഞ്ഞത്. രാവണനൊക്കെ 1000 കൊല്ലം എങ്ങനെ തപസ് ചെയ്ത് ഗോകർണത്ത് പോയിട്ട് ഒരു അഗ്നികുണ്ഡം ഒരുക്കി അല്ലേ? എന്നിട്ട് അതിലൊരു അഗ്നിസ്തംഭം സ്ഥാപിച്ചു. എന്നിട്ട് അതിൽ വലത്തേ കൈ അങ്ങനെ കുത്തി നിർത്തി കിഴുക്കാൻ തൂക്കമായിട്ട് നിന്നിട്ട് 1000 കൊല്ലം തപസ് ചെയ്തു എന്നാണ്. രാവണന് കിട്ടിയ ഈ വരവെല്ലാം വെറുതെ കിട്ടിയതല്ല. മഹാദേവനും മറ്റുള്ളവർക്ക് ബ്രഹ്മാവിനൊക്കെ വരം കൊടുത്തേ പറ്റൂ. കർമ്മത്തിനനുസരിച്ച് വേണമല്ലോ ഫലം കൊടുക്കാൻ, കൂലി കൊടുക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ദുഷ്ടന്മാരൊക്കെ അവിടെ ഉണ്ടാകുന്നതും പിന്നെ അവരെ നിഗ്രഹിക്കാൻ തന്നെ ഭഗവാൻ വരേണ്ടി വരുന്നതൊക്കെ. അങ്ങനെയൊക്കെ തപസ് ചെയ്തു. പക്ഷേ അന്നും അനുജനായ വിഭീഷണൻ തപസ് ചെയ്തത് എന്തു വേണ്ടിയായിരുന്നു? വിഷ്ണു ഭക്തനായ വിഷ്ണു ഭക്തി വവ്രേ എന്നാണ് പറഞ്ഞല്ലേ? വവ്രേ വിഷ്ണു ഭക്തിയും. എനിക്കും എന്തു വരാൻ വേണ്ടത്? ഭഗവാനിൽ ഭക്തി ഉണ്ടാവുക. അപ്പോൾ ഏത് കൂട്ടത്തിൽ ജനിച്ചാലും സാത്വിക ബുദ്ധി ഉണ്ടാവുന്നത് എന്തതിൻ്റെ പേരിലാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു പൂർവ്വജന്മവാസന അല്ലേ? ജ്യേഷ്ഠനാണ്, അനുജനാണ്, അച്ഛൻ്റെ അമ്മയുടെ മക്കളാന്ന് പറയുന്നത് കൊണ്ടല്ല നമ്മുടെ പാരമ്പര്യം എവിടെയാണ്? നമ്മുടെ കർമ്മത്തിലാണ്. കർമ്മമാണ് നമ്മളെ പിന്തുടർന്ന് പോകുന്നത്. അതാണ് ഈ വാസന. ഇന്നിപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന സൽപ്രവൃത്തി വരും ജന്മങ്ങളിലും നമ്മളെ പിന്തുടരും.
അങ്ങനെയാണ് നമ്മുടെ പാപങ്ങളൊക്കെ ഇല്ലാതായി പോകുന്നത്. അപ്പോൾ അപ്പോൾ ഇങ്ങനെയുള്ള ആ ദേവേന്ദ്രൻ വന്ന് കാക്കിൽ വീണ് നമസ്കരിച്ച് ക്ഷമയൊക്കെ ചോദിച്ചു. ക്ഷമ കൊടുക്കേണ്ട തെറ്റാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. ആ സ്ത്രീയുടെ പാതിവ്രത്യധർമ്മത്തിന് ഭംഗം വരുത്തിയിട്ട് നീ മഹാപാതകിയായ നീ 1000 ഭഗങ്ങളായി സ്ത്രീ അവയവങ്ങളോട് കൂടിയതായി തീരട്ടെ എന്ന് ആദ്യം ശപിച്ച്, അവസാനം ഇന്ദ്രൻ കേണപേക്ഷിച്ച് കാല് പിടിച്ചിട്ട് അതെന്താക്കി, സഹസ്രാക്ഷനാക്കി, അല്ലേ, 1000 കണ്ണുകളാക്കി തിരിഞ്ഞു നോക്കാതെ പോയി എന്നാണ് പറഞ്ഞു. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ വിറച്ചു നിൽക്കുന്നു ആര്, ഭാര്യയായ അഹല്യയും. അഹല്യയ്ക്ക് ഇത് പറ്റിപ്പോയതാണ്, അല്ലേ. എങ്കിൽ തന്നെയും ഒരു പതിവ്രതാധർമ്മത്തിൻ്റെ ഭാഗമല്ലേ ഒരു ഭർത്താവിനെ തിരിച്ചറിയൽ എന്ന ചോദ്യത്തിന് അവിടെ എന്തുത്തരം, അല്ലേ. എന്ന് ചോദിച്ചാൽ തെറ്റിന് എന്തുണ്ട്, ശിക്ഷ അനുഭവിച്ചേ തീരൂ എന്ന് തന്നെയാണ് കുമാരനാശാൻ പറഞ്ഞതുപോലെ. ധർമ്മമായാലും ശരി, ചെറുതെങ്കിലും വലുതെങ്കിലും ഒരുവൻ ചെയ്തിടുന്ന നന്മതിന്മകൾ ശരിയായി അവൻ അനുഭവിച്ചിടണം. ഇതാണ് തത്വം അല്ലെങ്കിൽ ധർമ്മശാസ്ത്രം പറയുന്നത്. അപ്പോൾ ഇവിടെ പോലെ അഹല്യയും തെറ്റുകാരി തന്നെയാണ്. അപ്പോൾ നീയും അനുഭവിച്ചോ എന്ന് പറഞ്ഞു. എന്താ കൊടുത്തത്, നിഷ്കൃതിയായുള്ളൊരു ദുർധര മഹാവ്രതം ദുഷ്കൃതമൊടുങ്ങുവാനിതിന്നോ ചൊല്ലിയിടുന്നേൻ കാമകിങ്കരെ ശിലാരൂപവും കൈക്കൊണ്ടു നീനാ രാമപാദാബ്ജം ധ്യാനിച്ചിവിടെ വസിക്കണം. നീയൊരു ശിലാരൂപിയായി ഇവിടെ ദുർധര വ്രതം, മഹാകഠിനമായൊരു വ്രതം അനുഷ്ഠിച്ചുകൊണ്ട്, എന്താ ശിലയിൽ തീർന്ന ദോഷം, ഒരു വൃക്ഷമായിട്ട് ജപിക്കാറ്റാലും അതിനൊരു വ്യത്യാസമുണ്ട്. എന്താ, ജലം കിട്ടും, അതിന് ഫലമൂലാദികളൊക്കെ ഉണ്ടാവാം, അല്ലേ. പ്രജനന പ്രക്രിയകളൊക്കെ നടക്കും. ഒരു കല്ലായാലോ കാറ്റും വെയിലും മഴയും കൊണ്ട് യാതൊരു ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാനാകാതെ ശിലാരൂപിയായി പാഷാണരൂപിയായി കിടക്കുക എന്ന് പറഞ്ഞാൽ അനുഭവിക്കാവുന്നതിൻ്റെ ഏറ്റവും വലിയ ശിക്ഷ തന്നെയാണ് കിട്ടിയത്, അല്ലേ. ഇതിന് അഹല്യ എന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ അവിടെ ധർമ്മശാസ്ത്രമാണ് നമ്മൾ ഉപദേശിക്കുന്നത്. എന്ത്, യഥോ ധർമ്മ സ്തതോ ജയ. ധർമ്മം മാത്രമേ വിജയിക്കൂ. ധർമ്മോ രക്ഷതി രക്ഷിത. ധർമ്മം മാത്രമേ നമ്മളെ എന്ത് ചെയ്യുള്ളൂ, രക്ഷിക്കൂ. അധർമ്മം അറിഞ്ഞും അറിയാതെ ചെയ്താലും അധർമ്മം എന്ത് തന്നെയാണ്, അധർമ്മം തന്നെയാണ്. അതിന് തെറ്റുണ്ട്, ശിക്ഷയുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ശ്രീരാമദേവനിങ്ങെഴുന്നള്ളും. ദ്വാപരയുഗത്തിൽ ഭഗവാൻ ഇവിടെ അവതരിച്ച് ശ്രീരാമചന്ദ്രസ്വാമി ഇതിലെ വരാൻ ഇടവരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാദസ്പർശമേറ്റ് നിനക്ക് മോക്ഷപ്രാപ്തിയും കൈവരിക്കാം എന്ന് മാത്രമല്ല, നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്ന്, നാഥൻ ആരാണ്, ലോകനാഥനായിട്ടുള്ള ശ്രീരാമനെ ഭജിക്കുമ്പോൾ നിനക്ക് മോക്ഷപ്രാപ്തി ലഭിക്കും. ഭൂതമാനസയായാൽ എന്നെയും ശുശ്രൂഷിക്കാം. അങ്ങനെ നീ പവിത്രീകൃതയാകും. ആ പവിത്രീകൃതയായാൽ എന്ത് ചെയ്യാം, പിന്നെ നിൻ്റെ ഭാര്യയാകാം. ഭഗവാൻ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ദുഷ്കർമ്മങ്ങളിലൊന്നും ഇല്ല, സാന്നിധ്യമില്ല. അതുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയാൽ പിന്നെ ശുദ്ധയായി നീ ഭൂതമാനസ, പരിശുദ്ധ മനസ്സയായി തീർന്നാൽ നിനക്ക് എന്ത് ചെയ്യാം, ഞാൻ ഈ ഹിമാലയ സാനുവിൽ തപോനിരതനായിക്കൊണ്ടുണ്ടായിരിക്കും. അന്ന് നിനക്ക് വീണ്ടും എന്നെ അഥവാ സേവിക്കാനുള്ള അവസരം കിട്ടും എന്ന് പറഞ്ഞ അദ്ദേഹം ഹിമവൽ പാർശ്യം ബുക്കു, ഹിമാലയത്തിലേക്ക് പോയി എന്നാണ് പറയുന്നത്. ആരാലും കണ്ടുകൂടാതൊരു പാഷാണാംഗിയായി ഘോരമാം തപസ്സോടും ഇവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദനയായ ഗൗതമ പത്നിയുടെ വിശ്വാമിത്രൻ പറയാണ്. അങ്ങനെ ഇവിടെ ആരാലും പോകുമ്പോൾ ഒരു വരം കൊടുത്തിട്ടുണ്ട്, നിനക്ക് ഇവിടെ ഒന്നിൻ്റെ ഭയവും ഉണ്ടാകില്ല. നമ്മൾ നമ്മുടെ രാമൻ ഇവിടെ വന്നപ്പോൾ കണ്ടതെന്താ, ജന്തുഹീനം ശാന്തിയും സമാധാനം കളിയാടുന്ന ഇങ്ങനൊരു സ്ഥലം എങ്ങനെ ഇവിടെ ഉണ്ടായി ഈ കാട്ടിന്നാ ചോദിച്ചത്, അല്ലേ. അത് ആര് കൊടുത്ത വരമാണ്, ഗൗതമൻ കൊടുത്തിട്ടുള്ള വരമാണ്. അതുകൊണ്ട് നീ ഇവിടെ ശിലാരൂപിയായി കിടക്കുമ്പോൾ ഇവിടെ ഒരു ജീവജാലങ്ങൾ വന്നിട്ട് ഉപദ്രവം ഉണ്ടാകില്ല, ശാന്തിയും സമാധാനവും ഏകാഗ്രമായി തപസ് ചെയ്യാൻ ഒരു വിഘ്നവും ഉണ്ടാവില്ല എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പറയുകയാണെന്ത്, അതാ അങ്ങയെയും കാത്തു കിടക്കുന്നു അഹല്യ മോക്ഷപ്രാപ്തിക്കായി എന്ന് ആര് പറഞ്ഞു, ഗാദിനന്ദനൻ ദാശരഥിയോടേവം പറഞ്ഞ് ആശുതൃക്കയ്യും പിടിച്ചുടരാങ്കണം പൊക്കാൻ ആ ആശ്രമമുറ്റത്തിലേക്ക് ചെന്നു. ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും കൈ പിടിച്ചുകൊണ്ട്
ഗാദിനന്ദനായ വിശ്വാമിത്രൻ. ഗാദി കുശിക ഗോത്രത്തിൽപ്പെട്ട ആളാണ്. അതൊക്കെ വിശ്വാമിത്രൻ്റെ കഥ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ വിശ്വാമിത്രൻ കുശിക ഗോത്രത്തിൽപ്പെട്ട ആളാണ്, ശരിക്കും ബ്രാഹ്മണനായി ജനിച്ച ആളാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ക്ഷത്രിയനായി, രാജാവായി, ക്ഷത്രിയനായിട്ട് അത് സത്യവതിയായിട്ടുള്ള ആ അമ്മ ഹവിസ് മാറ്റിക്കഴിച്ചത് കൊണ്ട് അദ്ദേഹം ബ്രാഹ്മണനല്ലാതെ ക്ഷത്രിയനായിട്ട് ജനിച്ചു. പക്ഷേ അദ്ദേഹം ക്ഷത്രിയധർമ്മം അല്ല ചെയ്തത്, തപസ് ചെയ്ത് ബ്രാഹ്മണനായി. കുറേ ചരിത്രമുണ്ട് വിശ്വാമിത്രന്. അപ്പം അങ്ങനെയുള്ള ആ വിശ്വാമിത്രൻ എന്തായി, അതാ ആ കുട്ടികളെയും കൂട്ടി അവിടേക്ക് അങ്കണമുറ്റത്തിലേക്ക് ചെന്നു. ശ്രീപാദാംബുജം മെല്ലെ വെച്ചിതു രാമദേവൻ, ശ്രീപതി രഘുപതി സൽപതി ജഗൽപതി. സാക്ഷാൽ ജഗന്നാഥനായിട്ടുള്ള ഭഗവാൻ തൻ്റെ പാദങ്ങളെ പതുക്കെ വെച്ചുകൊണ്ട് പറഞ്ഞു, എന്ത്? രാമോഹം, ഞാൻ ആരാണ്? രാമനാണ്. രാമോഹം എന്ന് പറഞ്ഞ ആമോദം പൂണ്ടനാഥൻ കോമളരൂപൻ മുനിഭഗ്നിയെ വണങ്ങിന. അതാണ് ഭാരതീയ സംസ്കാരം. കാണുമ്പോൾ നമസ്കാരം കൊടുക്കുക, അല്ലേ? പരസ്പരം വന്ദിക്കുക. ഞാൻ വലിയ ആൾ, എന്നെ വേണം, ഇങ്ങോട്ട് നമസ്കരിച്ചോട്ടെ വന്ദിച്ചോട്ടെ എന്നല്ല നമ്മുടെ പാരമ്പര്യം. എന്താ അതിൻ്റെ പ്രത്യേകത? ആചാര്യദേവോ ഭവ, അതിഥിദേവോ ഭവ, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ. ഇതൊക്കെയാണ് അല്ലേ? മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥിദേവോ ഭവ. നമ്മുടെ മുന്നിൽ വരുന്ന അതിഥിയും ആരാണ്? ഈശ്വരനാണ്. അവരെയും നമ്മൾ ആദരിക്കണം. ഏവരോടും ആദരവാണ് നമുക്കുള്ള ആദരവ്. ഗീവ് റെസ്പെക്റ്റ്, ടേക്ക് റെസ്പെക്റ്റ് എന്നാണ്, അല്ലേ? ബഹുമാനം കൊടുത്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ബഹുമാനം തിരിച്ചു കിട്ടുള്ളൂ. ഞാൻ വലിയ ആളെന്ന് പറഞ്ഞിരുന്നാൽ പോയി എല്ലാം, അല്ലേ? ഇവിടെ ശ്രീരാമചന്ദ്രസ്വാമി എന്താ പറഞ്ഞ അഹല്യയോടെ? ഞാൻ രാമനാണ്. കൈ കൂപ്പിക്കൊണ്ട് പറയാണ്, ഭവതിയെ ഞാൻ നമസ്കരിക്കുന്നു. അപ്പം അവിടെ ആ എളിമ ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ നമുക്ക് എത്ര എത്ര തത്വങ്ങളാണ് ഉപദേശിച്ചു തരുന്നത് എന്നുള്ള കാര്യം. അഹങ്കാരത്തെ നമ്മൾ കണ്ടു, അല്ലേ? മൂലനാശം ചെയ്തത് ആരാണ്? ശ്രീരാമചന്ദ്രസ്വാമി താടകയിലൂടെ. അപ്പോൾ അതേപോലെ ഇതാ ആ വിനയം നമ്മൾ കാണണം. രാമോഹം എന്ന് പറഞ്ഞ് ആ കോമളരൂപനായ ഭഗവാൻ മുനിഭഗ്നിയെ വണങ്ങിനാൻ, അഹല്യയെ വണങ്ങി എന്നാണ് പറയുന്നത്. എന്നിട്ടോ സ്തുതി അങ്ങനെ പറയുകയാണ്. ആരാണ് ഭഗവാൻ? ഭഗവാൻ ആരാണ്? വിസ്തരിക്കാൻ പോയാൽ നമുക്ക് സമയം കിട്ടില്ല. ഏതിലെയും പ്രധാനമായിട്ട് ഒന്നോ രണ്ടോ വരി പറയാം, അത്രേ സാധിക്കൂ. ഭഗവാൻ ആരാണ്? താപസശ്രേഷ്ഠനായ കൗശിക മുനിയോടും താപസഞ്ജയൻ നീങ്ങുമാറു സോദരനോടും ശാപനാശനകരനായൊരു ദേവൻ തന്നെ ജാപബാണങ്ങളോടും പീതമാം വസ്ത്രത്തോടും ശ്രീവത്സവക്ഷസോടും സുസ്മിതവക്ത്രത്തോടും ശ്രീവാസാംബുജദള സന്നിഭ നേത്രത്തോടും വാസവ നീലമണി. ഭഗവാന്റെ രൂപവർണ്ണന അവിടെ നടത്തിയിരിക്കുന്നത്, അല്ലേ? പീതാംബരം കെട്ടിവാലിട്ടെടുത്തും ചേതോ വിരാമം കിരീടം ധരിച്ചെന്നൊക്കെ ഭഗവാൻ ശ്രീകൃഷ്ണനെ. അതേപോലെ ഭഗവാൻ ഇവിടെ എന്ത് വസ്ത്രത്തെ ധരിച്ചിരിക്കുന്നത്? അന്ന് കാട്ടുപോയിരിക്കുകയല്ലോ, പീതാംബരം മഞ്ഞപ്പട്ട് ധരിച്ചിട്ടുണ്ട്. നീല നിറമാണ്, നീലരത്നത്തിൻ്റെ ശോഭയാണ്. പിന്നെ ആരാണ്? ചാപങ്ങൾ, അത് അമ്പടുങ്ങാത്ത ആവനാഴിയുണ്ട്. അങ്ങനെയുള്ള എല്ലാം അദ്ദേഹം ആരാണ്? താപസഞ്ജയം, 3 താപത്തെയും നീക്കുമാറുള്ളവനാണ്. 3 വിധ ദുഃഖങ്ങളാണ് നമുക്ക്. ഏതൊക്കെയാണ്? ആധ്യാത്മികം, ആദിദൈവികം, ആദിഭൗതികം. ഈ 3 ദുഃഖങ്ങൾ പെട്ടിട്ടാണ് നമ്മൾ ഉഴലുന്നത്. ഇതിനെ നീക്കാൻ ആർക്ക് മാത്രമേ സാധിക്കൂ? ഭഗവാനാണ് അതൊക്കെ നീക്കിത്തരുന്നത്. ഏതാണ് ആധ്യാത്മികം? നമ്മളിൽ നിന്ന് തന്നെ നമുക്കുണ്ടാകുന്ന ദുഃഖം. കുറേ ദിവസം നന്നായിട്ടൊക്കെ നടക്കും, കുറച്ച് ദിവസം കഴിഞ്ഞാൽ അപ്പോൾ ഒരു ഛർദി, പനി, വയറക്കം, അയ്യോ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം, മരുന്ന് കഴിക്കണം. ഇതെന്താണ്? ശരീരധർമ്മമാണ്, അല്ലേ? പക്ഷേ നമുക്കതിനെ തരണം ചെയ്യണമെങ്കിൽ ആരുടെ അനുഗ്രഹം കൂടി വേണം? ഭഗവാന്റെ അനുഗ്രഹം. അപ്പം നമ്മളിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ദുഃഖത്തിനാണ് എന്ത് പറയുക? ആധ്യാത്മികം. ആദിഭൗതികം എന്താണ്? ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമുക്കുണ്ടാകുന്ന കള്ളന്മാരെ, മറ്റുള്ളവരെ, മോഷ്ടാക്കളൊക്കെ ഉണ്ടായില്ലേ? ആരും നമ്മളെ ഉപദ്രവിക്കാൻ പോയില്ലെങ്കിലും നമ്മളെ ഉപദ്രവിക്കാൻ ചിലപ്പോൾ ചിലരൊക്കെ വന്നു എന്ന് വരും. ഇത് ആദിഭൗതികമാണ്. ആദിദൈവികം, ഇടിമിന്നൽ, കൊടുങ്കാറ്റില്ലേ? വയനാട് ചുരം അങ്ങോട്ട് ഇടിഞ്ഞു പോയി. ആരാ ചെയ്തത്? നമ്മളാരെങ്കിലും ചെയ്തതാണോ? അല്ല, ദൈവികമായിട്ടുള്ള സങ്കല്പം കാര്യങ്ങളുണ്ട് അതിൽ. അപ്പോൾ അതുകൊണ്ട് ഈശ്വര പ്രകൃതി ദുരന്തങ്ങളൊക്കെ എങ്ങനെ വരുന്നതാ? അത് ആദി ദൈവികമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ 3 ദുഃഖങ്ങളിൽ പെട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിഷമിക്കുന്നത്.
അപ്പോൾ ഈ 3 ദുഃഖത്തെയും ഇല്ലാതാക്കി തരുന്നത് ആരാണ്? ഭഗവാനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാനാണ് ആര് കാണുന്നത്? അഹല്യ തൻ്റെ മുന്നിൽ കാണുന്നത്. ഭക്തവത്സലൻ 10 ദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സലൻ തന്നെ കാണായി അഹല്യയ്ക്കും. അങ്ങനെയുള്ള ശ്രീരാമചന്ദ്രസ്വാമിയെ അഹല്യ കാണുന്നു. അപ്പോൾ ഏതാണ്ടൊക്കെ അഹല്യ മനസ്സിലാക്കിയിട്ടുണ്ട് ഭഗവാന്റെ സ്വരൂപം യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ്. കണ്ടിട്ടില്ലല്ലോ, കാണാൻ പറ്റുന്നതല്ലല്ലോ ഭഗവാൻ. അത്രമാത്രം ഭക്തർക്ക് മാത്രം. അഹം ഭക്തപരാധീന എന്ന് പറയുന്നുണ്ട്. ആരോട്? ദുർവാസാവിനോട് ഭഗവാൻ ഇല്ലേ? അംബരീഷനെ രക്ഷിക്കാൻ വേണ്ടി അംബരീഷൻ്റെ മുന്നിൽ ശരീരത്തിൽ നിന്ന് ചക്രായുധം ആവിർഭവിച്ചു. ദുർവാസാവിനെ വധിക്കാൻ ചെല്ലുന്നു. ദുർവാസാവ് എവിടെയും അഭയം കിട്ടാതെ കണ്ട അവസാനം നാരായണനെ സമീപിക്കുന്നു. അപ്പോൾ നാരായണൻ പറഞ്ഞു എന്ത്? എല്ലാവരും സംരക്ഷിക്കുന്ന ആളാണ് ഭഗവാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താ? എനിക്ക് രക്ഷിക്കാൻ പറ്റില്ല. ഞാൻ ആരാണ്? അഹം ഭക്തപരാധീന. ഞാൻ ആരുടെ കൂടെ താമസിക്കുന്നത്? ഇപ്പോൾ ഈ വൈകുണ്ഠത്തിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടൊന്നും കാര്യമില്ല. പക്ഷേ ഞാൻ ഇവിടെ അല്ല പ്രവർത്തിക്കുന്നത്. ഇവിടെ ഇരിക്കുന്നു, അത് ശരി. പക്ഷേ പ്രവർത്തിക്കുന്നത് എവിടെയാണ്? ഭക്തരുടെ ചിത്തത്തിൽ. ഞാൻ ഭക്തപരാധീനനാണ്. ഭക്തരുടെ കൂടെയാണ് എല്ലാ സമയവും. അവരെ ഓരോ കാൽവെപ്പിലുമാണ് ഞാൻ. ഭക്തിയില്ലാത്ത ഒരാൾക്കും ആരെ പ്രാപിക്കാൻ കഴിയില്ല? ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ കഴിയില്ല. അദ്ദേഹം പറയുന്നുണ്ട് എന്ത്? എനിക്ക് ബ്രഹ്മാവിനോളമോ അല്ലെങ്കിൽ ഞാൻ സഹിക്കുന്ന അനന്തനോടോ അല്ലെങ്കിൽ എന്നെ പരിചരിക്കുന്ന ലക്ഷ്മി ദേവിയോട് പോലും ഇല്ലാത്ത ഭക്തി ആരോടാ? സ്നേഹം ആരോടാന്നാണ് ഭഗവാൻ പറഞ്ഞത്? ഏകാന്ത ഭക്തനോടാണ്. ഭാഗവതം പറയുന്നു അല്ലേ? അപ്പോൾ നമുക്ക് ദേവിയുടെ അനുഗ്രഹം അല്ലെങ്കിൽ ദേവൻ്റെ അനുഗ്രഹം കിട്ടണമെങ്കിൽ, ഭഗവാന്റെ അനുഗ്രഹം കിട്ടണമെങ്കിൽ ഏകാന്തമായ ഭക്തി കൊണ്ട് മാത്രമേ സാധിക്കൂ. അതിലൂടെ മാത്രമേ ഇതായി പറഞ്ഞ മോക്ഷദായകമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ പറഞ്ഞു. അപ്പോൾ അഹല്യയ്ക്ക് മനസ്സിലാക്കി ഏതാണ്ട് 10 ദിക്കിലും പ്രകാശമാനമായിട്ടുള്ള സ്വരൂപമാണ് ഭഗവാൻ. അഹല്യ കാണുന്ന ഭഗവാൻ നിർണയം ചിന്തിച്ചു, ഉത്ഥാനവും ചെയ്തു. ഇതാരാണെന്ന്? നാരായണൻ താനിതു. ഇത് നാരായണൻ തന്നെയാണ്. നാരം അയനമാക്കിയിട്ടുള്ളവനാണ്, ജലത്തിൽ കിടക്കുന്നവനാണ് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള നാരായണനാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് അഹല്യ മനസ്സിലാക്കി. അഹല്യ ഇതാ അഞ്ജലിബദ്ധയായി അങ്ങ് ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങാണ്. ആ ഭാഗമാണെന്ത്? പ്രസിദ്ധമായ അഹല്യ സ്തുതി അല്ലേ? ഏത് ഗ്രന്ഥത്തിലും സവിശേഷം ബ്രഹ്മസ്തുതിയുണ്ട്, നാരദസ്തുതിയുണ്ട്, ഇവിടെ അങ്ങനെ അഹല്യസ്തുതിയുണ്ട്. നമ്മൾ മുമ്പേ കണ്ടു ആരുടെ? കൗസല്യയുടെ സ്തുതി കണ്ടു ഇല്ലേ? ചതുർബാഹുവായിട്ടുള്ള ശിശുവായിട്ടാണ് ഭഗവാൻ ആദ്യം ജനിച്ചത് അല്ലേ? പിന്നെ ആ കൗസല്യയുടെ സ്തുതി കേവലം ബാലൻ്റെ രൂപം കാട്ടിത്തരയണമേ എന്നാണ് പറഞ്ഞല്ലേ? എനിക്ക് അങ്ങയെ പരിചരിക്കാൻ ശിശുരൂപം തന്നെ കാണിച്ചു തരണം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തൻ്റെ ആ ചിഹ്നങ്ങളെല്ലാം മാറ്റി ശിശുരൂപത്തിൽ കിടന്നത്. അപ്പോൾ ആ സ്തുതികളിലൊക്കെയും എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്? വേദങ്ങളിൽ അന്തർലീനമായി കിടക്കുന്ന വലിയ വലിയ തത്വങ്ങൾ, ഭഗവാന്റെ അനന്തമായ മഹത്വത്തിൻ്റെ വിസ്തൃതമായിട്ടുള്ള ചിത്രീകരണമാണ് ഏത്? സ്തുതികൾ ഓരോന്നും. ഭക്തി, ജ്ഞാനം, കർമ്മം, 3 യോഗങ്ങൾ അല്ലേ? ഈ 3 യോഗങ്ങളാണ് 6 കാണ്ഡങ്ങളിലായിട്ട് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഭക്തി, ജ്ഞാന, കർമ്മയോഗങ്ങളിലൂടെ പ്രതിപാദിക്കുന്ന ഭഗവാന്റെ മഹിമയെ ആണ് ഏതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്, കേൾക്കാൻ കഴിയുന്നത്? സ്തുതിയിലൂടെ. അപ്പോൾ ഈ സ്തുതി നമുക്ക് നന്നായി അങ്ങോട്ട് പഠിച്ചാൽ ശ്രീരാമ മഹത്വം എന്താണെന്ന് നമുക്ക് വേറെ എവിടെ നിന്നും തേടി പിടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇതുവരെ പറഞ്ഞതിൽ നിന്ന് കുറച്ചുകൂടി വരികൾ പറയാൻ നോക്കാം. അല്ലാതെ അഹല്യസ്തുതി മാത്രം പറയണമെങ്കിൽ എത്ര വേണം? 3 മണിക്കൂർ വേണം അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് സ്തുതിച്ച ആ വാക്യങ്ങളുടെ പൊരുൾ എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ജ്ഞാനഹോ കൃതാർത്ഥയായേൻ ജഗന്നാഥ, നിന്നെ കാണായി വന്നത് മൂലം അത്രയുമല്ല ചൊല്ലാം പത്മജരുദ്രാദികൾ അപേക്ഷിതം പാദപത്മ സംലഗ്ന പാംസുലേശമിന്നെനിക്കല്ലോ സിദ്ധിച്ചു ഭവൽ പ്രസാദാതിരേകത്താലതിനെത്തുമോ ബഹുകൽപ്പകാലം ആരാധിച്ചാലും. എന്താ അഹല്യ പറഞ്ഞത്? ഞാൻ ഇത്രയും കാലം ശിലയായി കിടക്കാൻ എനിക്ക് കഴിഞ്ഞത് കൊണ്ടല്ലേ ഇപ്പം ഈ ഒരു സൗഭാഗ്യം വന്ന്. എന്ത് സൗഭാഗ്യം അത്? 10,000 വർഷങ്ങൾ, എത്രയോ ജന്മങ്ങൾ ഈശ്വരന ഉപാസനയ്ക്കായി നീക്കിവെച്ചവർക്ക് പോലും അലഭ്യമായിട്ടുള്ള ആ ഒരു സൗഭാഗ്യമാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് അല്ലേ?
ഭഗവാനെ കാണാൻ സാധിക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ പാദം എനിക്ക് ദർശിക്കാൻ കഴിഞ്ഞല്ലോ. ഈ പാദം കിട്ടാൻ വേണ്ടി ഓരോരുത്തരും എത്ര ജന്മം ചെലവാക്കുന്നു എന്നാണ് പറഞ്ഞത്. ആ ബ്രഹ്മാവ് യോഗീന്ദ്രാണാം തദംഗേഷധിക സുമധുരം മുക്തിഭാജാ നിവാസോ ഭക്താനാങ്കാമവർഷദ്യുതരുകിസലയം നാഥ തേ പാദമൂലം. നാരായണ ഭട്ടതിരിപ്പാട് പറയുകയാണെന്ത്, അങ്ങയുടെ പാദമുണ്ടല്ലോ, പാദമൂലം, അതൊന്നും സാധാരണക്കാർക്ക് ദർശിക്കാൻ കഴിയുന്നതല്ല. യോഗീന്ദ്രന്മാർക്ക് മാത്രം പ്രാപിക്കാൻ പറ്റുന്നതാണ്. ആ തദംഗേഷ് സുരവിലം, അതേപോലെ തന്നെ യോഗീന്ദ്രാണാം തദംഗേഷ് മുക്തിഭാജകർക്ക്, മുക്തി പറഞ്ഞാൽ മോക്ഷം പ്രാപിച്ചവർക്ക്, മുക്തിക്ക് അർഹതയുള്ളവർക്ക് എത്തിച്ചേരാവുന്ന ഇടമാണേത്? ഭഗവാന്റെ പാദം അല്ലേ? ആ പാദത്തെ മാണപ്പം എൻ്റെ മുന്നിലല്ല, എൻ്റെ ശിരസിൽ അല്ലേ? എൻ്റെ ശിരസിൽ പതിപ്പിച്ചത്. ഇനി ഇതിൽ പരം ജന്മസാഫല്യം എന്ത് നേടാനുണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതാ പത്മജരുദ്രാദികൾ പോലും, പത്മത്തിൽ നിന്ന് ജനിച്ചതാരാ? ബ്രഹ്മാവ് പോലും അനവധി കാലം തപസ്സിരുന്നു കൊണ്ട് ആദ്യകാലത്ത് ബ്രഹ്മമുണ്ടായി, അതിൽ നിന്ന് ബ്രഹ്മാവ് നാഭിയിൽ നിന്നുണ്ടായി. ബ്രഹ്മാവ് അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്തു? തപ എന്ന് തപസ് ചെയ്തു. അപ്പോൾ അശരീരിവാക്യമുണ്ടായി, സൃഷ്ടികർമ്മത്തിന് ശക്തി കിട്ടി. ഇതൊക്കെയാണ് നമ്മൾ ആദ്യകാലം അല്ലേ? അപ്പോൾ ആ ബ്രഹ്മാവിന് പോലും കാണാൻ കഴിഞ്ഞിട്ടില്ല. കാണാൻ കഴിഞ്ഞത് വളരെ അശരീരി രൂപത്തിലാണ് ദർശനമായത് അല്ലേ? അങ്ങനെയുള്ള ആ ബ്രഹ്മാവിൻ്റെ കഥ. ഇനി രുദ്രൻ്റെ കാര്യമോ? രുദ്രൻ ശിവൻ അല്ലേ? മഹാദേവന് ആ പാദം കഴുകിയ വെള്ളമാണ് ആരുടെ ശിരസിൽ വന്ന് വീഴുന്നത്? മഹാദേവൻ്റെ. ത്രിമൂർത്തിയായി ഭഗവാൻ വിക്രമനായിട്ട് ജനിച്ചു. വാമനമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ചു അല്ലേ? മഹാബലിയിൽ നിന്നും 3 അടി മണ്ണ് യാചിച്ചു. 2 അടി കൊണ്ട് തന്നെ എല്ലാ ലോകവും വളർന്നു. 3ാമത്തെ അടി അവിടെ വെക്കണം ചോദിച്ചു. ധർമ്മിഷ്ഠനായ മഹാബലി അല്ലേ? അദ്ദേഹം അസുരചക്രവർത്തിയാണെങ്കിലും ആരാണ്? ധർമ്മിഷ്ഠനാണ്. മഹാബലിയുടെ ഭക്തി, ആ ഭക്തി, അതായത് നമ്മൾ 12 പേര് മഹാത്മാക്കളുണ്ടായത്, ശംഭു തുടങ്ങിയിട്ടുള്ളവരൊക്കെ ആരാണ്? ആ ഭഗവാന്റെ അനുഗ്രഹം, അഥവാ നാരദ, ശംഭു, കപിലോ മുനി, നാരദൻ, മഹാബലി, വയ്യാസകീർ, വയം, ആരാണ്? ഇവരൊക്കെ അതായത് ഭഗവത്പാദത്തിൻ്റെ മഹത്വങ്ങൾ മനസ്സിലാക്കിയവരാണ്. അതായത് ഭാഗവത ജ്ഞാനം, ഭാഗവത തത്വം മനസ്സിലാക്കിയവരാണ്. ആ 12 പേരിൽ ആരുണ്ട്? മഹാബലിയുണ്ട്. അസുരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞ സ്വയംഭൂ, നാരദ, ശംഭു, കുമാര, കപിലോ, മനു, പ്രഹ്ലാദ, ജനകോ, ഭീഷ്മ, ബലിർ, വയ്യാസകീർ, വയം, ഇവരാണ് ഭാഗവത തത്വം മനസ്സിലാക്കിയവർ. അപ്പോൾ അതുകൊണ്ട് അതിൽ മഹാബലിക്ക് ആ സ്ഥാനം കിട്ടിയത് എങ്ങനെയാണ്? അദ്ദേഹത്തിന് അസുരനാണെങ്കിലും ഭക്തി അത്രത്തോളമാണ്. ഭക്തരുടെ കൂടെയാണ് ആര്? ഭഗവാൻ. അപ്പോൾ അതാണ് പറയുന്നത് ഇവിടെ. ആ ഭഗവാന്റെ പാദം എന്നിട്ടിതാ ആ വാമനമൂർത്തി അങ്ങനെ 3ാമത്തെ അടി അളക്കാൻ വേണ്ടി അങ്ങ് വലുതായി അങ്ങ് എവിടേക്കെത്തി? സത്യലോകത്തെത്തി. ഒരു കാലിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ബ്രഹ്മാവ് ചിന്തിക്കുകയാണ്, ആരുടെ പാദമാണ്? തൻ്റെ കമണ്ടലുവിലുണ്ടായിരുന്ന ജലം അദ്ദേഹം എന്ത് ചെയ്തു? ആ പാദത്തിൽ കഴുകി എന്നാണ്, ഭഗവാന്റെ പാദത്തിൽ. ആ ജലം ഒഴുകിയിട്ടാണ് ഭൂമിയിൽ എന്തായി വരുന്നത്? ഗംഗാനദിയായി വരുന്നത്. അത്രയും പവിത്രമാണ്. പക്ഷേ ഈ ഗംഗാനദിയെ ഭൂമിയിൽ എത്തിക്കാൻ ഭഗീരഥൻ കുറേ പ്രയത്നിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ ഭഗീരഥനെ എത്തിക്കാൻ സാധിച്ചില്ല. അപ്പോൾ ദേവി അനുഗ്രഹിച്ച് പറഞ്ഞു, ആ ദേവിയെ ഗംഗയെ മഹാദേവൻ്റെ ശിരസിൽ പതിപ്പിച്ചതിന് ശേഷം ഭൂമിയിലെത്തിക്കുക എന്നാൽ. അപ്പോൾ മഹാദേവൻ ശിരസിൽ ധരിച്ചിരിക്കുന്നു ആരെ? ഗംഗാദേവിയെ അല്ലേ? അപ്പോൾ ഇത്രയും പുണ്യം ചെയ്തിട്ടുള്ള ആ പാദം ഇന്നിപ്പോൾ എൻ്റെ ശിരസിൽ എന്നെ അനുഗ്രഹിക്കാനായി എത്തിയിരിക്കുന്നു. അപ്പോൾ പത്മസംലഗ്ന പാംസുലേശം ഇന്നെനിക്കല്ലോ സിദ്ധിച്ചു. ആ പാദത്തിൽ പതിഞ്ഞിരിക്കുന്ന പാംസു പൊടിയുടെ ഒരു ലേശം അല്ലേ ഇന്നിപ്പോൾ എനിക്ക് കിട്ടിയില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇതിൽ പരം ഇനി എനിക്കിനി എന്താണ് കിട്ടാനുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പം അങ്ങനെ മര്യാദാപുരുഷോത്തമനായിട്ടുള്ള ആ ശ്രീരാമചന്ദ്രസ്വാമി അവിടെ നമ്മളത് കണ്ടു അല്ലേ? അദ്ദേഹത്തിൻ്റെ മര്യാദാപുരുഷോത്തമം ഇവിടെ കണ്ട അഹല്യയെ വന്ദിക്കുന്നതിൽ
തെളിവാക്കപ്പെട്ട കാര്യമാണ്. ആനന്ദമയനായോരതിമായികൻ പൂർണ്ണൻ ന്യൂനാതിരേകശൂന്യനജനല്ലോ ഭഗവാന്റെ മഹിമയെക്കുറിച്ചാണ് ബാക്കിയുള്ള വരികളിലൊക്കെ. അങ്ങ് ആരാണ്? അതിമായികൻ. വെറും മായല്ല, ഇന്ദ്രജാലമല്ല പഠിച്ചിട്ടുള്ളൂ അല്ലേ. അതീന്ദ്രജാലമൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ് ഭഗവാൻ. ഭഗവാന്റെ മായയാണ് നമ്മളൊക്കെ അവിടെ കടന്നിങ്ങനെ തിരിയുന്നത് അല്ലേ. ഭഗവാന്റെ മായയിൽ അധിഷ്ഠിതമാണ് ഈ പ്രപഞ്ച സൃഷ്ടി. ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങളും അങ്ങനെ സുഖഭോഗങ്ങളിൽ ഭ്രമിച്ച് നീങ്ങുന്നത് എന്തിൻ്റെ പേരിലാണ്? മായാമോഹിതം. എന്താ ഈ മായ? യാ മാസ മായ. എന്തൊന്നില്ലയോ ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നിക്കുന്നതിനെയാണ് എന്ത് പേര് പറയുക? മായ. വിഷ്ണോർമായ ഭഗവതിയാ സമ്മോഹിതം ജഗത്ത്. വിഷ്ണുവിൻ്റെ മായാ ഭഗവതിയായിട്ടുള്ള മായ, ആ യോഗമായയിൽ നിന്നാണ് സർവ്വചരാചരങ്ങളുടെയും സൃഷ്ടി. ദേവി മുതൽക്ക് ഇങ്ങോട്ടുള്ളതെല്ലാം, ശക്തി സ്വരൂപിണിയായി മുതൽക്കുള്ള എല്ലാം തന്നെ ആദിമൂർത്തിയായിട്ടുള്ള ബ്രഹ്മ, അതായത് ദേവിയുണ്ട്. അപ്പം അതും നേരത്തെ പറഞ്ഞു പുരുഷനും ശക്തിയും അല്ലേ, അതിലാണ് പൂർണ്ണതയുള്ളൂ. പിന്നീടുള്ള അവതാരങ്ങളൊക്കെ എന്താണ്? സൃഷ്ടികളാണ് യോഗമായയിലൂടെ. പണ്ടു ഞാൻ ചെയ്ത പുണ്യം എന്തു വർണ്ണിപ്പത് വൈകുണ്ഠനാഥനായിട്ടുള്ള ശ്രീരാമചന്ദ്രസ്വാമി ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള സുഹൃത്തം കൊണ്ട് ഇപ്പം ഞാൻ ചെയ്തതല്ലാണോ? ഇപ്പം ഞാൻ ഇവിടെ ചെയ്തത് എന്താണ്? പാപവൃത്തിയാണ് ചെയ്തത്, അറിഞ്ഞിട്ടല്ല. എന്നിരുന്നാലും ശരി, എന്നിട്ടും എന്നെ അങ്ങേ കൈവിട്ടില്ലല്ലോ. അതാണ് ആശ്രിത ബാന്ധവത്വം, അഥവാ ആശ്രയിക്കുന്നവരെയൊക്കെ സഹായിക്കുന്ന, മോചിപ്പിക്കുന്ന ഭഗവാന്റെ മായാവൈഭവം. അപ്പോൾ നമ്മൾ ദുഃഖിക്കുന്നതും നമ്മൾ സുഖിക്കുന്നതും ഒന്നും മുഴുവൻ നമ്മുടെ കർമ്മഫലമാണ്. പക്ഷേ ഈ കർമ്മത്തിൻ്റെ ഫലം അനുഭവിപ്പിക്കുന്നതിൻ്റെ അധികാരി ആരാണ്? ഭഗവാനാണ്. അപ്പോൾ ആരും പരസ്പരം കുറ്റം പറഞ്ഞ് നമ്മൾ വിചാരിക്കും അയൽവക്കക്കാരനാണ് നമ്മളെ ഉപദ്രവിച്ചുകൊണ്ട് നമുക്ക് കഷ്ടം എന്നൊക്കെ തന്നെ. അല്ല, നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങളാണ് നമ്മളെ അതിലൊന്നും ഒരു ബന്ധവുമില്ല. അവിടേക്കൊക്കെ എത്തിക്കുന്നത് ഭഗവാന്റെ മായയാണ്. അപ്പോൾ ഇവിടെ പറയാം, നിത്യമവ്യയം ഭജിച്ചിടുന്നേനിനി നിത്യം ഭക്തൈവ മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു എന്നാണ് പറഞ്ഞ അഹല്യ. എന്താ പറഞ്ഞത്? ഞാനിനി അങ്ങയെ ഉപാസിച്ച് ഭജിച്ച് എൻ്റെ ജീവിതകാലം കഴിക്കുന്നു. രാമനാമം, അതാണ് മഹാദേവനും പറഞ്ഞല്ലേ, രാമനാമത്തെ സദാ കാലവും ജപിച്ചിടും കാമനാശനൻ. ആഗ്രഹങ്ങളില്ലാത്ത ആളാണ് മഹാദേവൻ, ഇല്ലാതാക്കുന്ന ആളാണ് മഹാദേവൻ. ആ മഹാദേവൻ പറയുന്നു എന്ത്? ഞാൻ ഈ രാമനാമം ജപിച്ചിട്ടാണ് ഇവിടെ കൈലാസത്തിൽ എല്ലായ്പ്പോഴും കഴിയുന്നത്. അപ്പോൾ അങ്ങനെ ആ ശ്രീരാമ രാമ 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 എന്നുള്ള നാമം അങ്ങനെ ആരാണോ അത് ജപിക്കുന്ന, യാതൊരു നാമം ജപിക്കുന്നതോ മഹാദേവൻ ചേതസ തത്സ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേ. എല്ലാ മൂർത്തികളെയും അഹല്യ വന്ദിക്കുകയാണ്. നാരായണനെ വന്ദിച്ചു, ബ്രഹ്മാവിനെ വന്ദിച്ചു. ആരാണ് ഇവിടെ ബ്രഹ്മാവിൻ്റെ? നാരദ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീ രമണനും ഭാരതീ ദേവിതാനും ബ്രഹ്മലോകത്തിൽ നിന്ന് അന്വഹം കീർത്തിക്കുന്നു. ബ്രഹ്മലോകത്തിരുന്നു കൊണ്ട് ഈ പറഞ്ഞവരൊക്കെ ആരെ വന്ദിക്കുന്നു? അല്ലയോ നാരായണ, അങ്ങേതാ സമയം എല്ലായ്പ്പോഴും ശ്രീരാമ രാമ രാമ എന്ന് പറഞ്ഞ് സ്തുതിക്കുകയാണ്. നാരദ മഹർഷി ഉണ്ട്, നാരത്തെ ദാനം ചെയ്യുന്നതാണ് അല്ലേ. നാരം ദദാതി ഇതി നാരദ എന്നാണ്. ആർക്കും ആത്മജ്ഞാനത്തെ നൽകുന്ന ആളാണ് ആര്? നാരദ മഹർഷി. പുരാണത്തിലെ ഒരു പ്രബലമായ കഥാപാത്രമാണ് അല്ലേ. എല്ലാ പുരാണങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നൊരു കഥാപാത്രമാണ് ആര്? നാരദൻ. അദ്ദേഹത്തിന് 2 ജന്മം ഉണ്ടായതായിട്ട് പറയുന്നുണ്ട് ഭാഗവതത്തിൽ. അപ്പോൾ ഇത്രയും നിഷ്കാമ നൈഷ്ഠിക ബ്രഹ്മചര്യം എടുത്ത് സദാസമയവും രാമനാമവും കൃഷ്ണനാമവും അല്ലെങ്കിൽ ഭഗവത് നാമവും നാരായണനാമവും ജപിച്ച് നടക്കുന്ന ഭഗവാന് അഥവാ നാരദന് ബ്രഹ്മാവിൻ്റെ മാനസപുത്രനാണ് അല്ലേ. അദ്ദേഹത്തിന് 2 ജന്മം വന്നു. എന്തുകൊണ്ടാണത്? അദ്ദേഹത്തിൻ്റെ പൂർവ്വജന്മത്തെ ആരായിരുന്നു അത്ര? ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭഗവാന്റെ പാർഷദനാണ്. ഇതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ജന്മമുണ്ടായിരുന്നു. അമ്മയും ഒരു മകനേ ഉള്ളൂ അല്ലേ. അവർ വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബമായിരുന്നു. പക്ഷേ ഈ കുട്ടിക്ക് ജന്മനാ തന്നെ ആ ഈശ്വര ചിന്തകളും ഈശ്വരോപാസന ചിന്തകളും മാത്രമേ ഉള്ളൂ. മറ്റൊരു കാര്യത്തിലും കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഈ നാരദൻ്റെ പൂർവ്വജന്മത്തിലുള്ള ബാലൻ ശ്രദ്ധിച്ചിരുന്നില്ല. അദ്ദേഹം അങ്ങനെ ഇരിക്കുമ്പോൾ ചാതുർമാസ്യ കാലത്ത് കുറേ ഋഷിമുനിമാരൊക്കെ വരുത്തണം അവിടെ. അവർ വന്നിട്ട് അങ്ങനെ യജ്ഞങ്ങളും ഹോമങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരെ പരിചരിച്ചുകൊണ്ട്
അങ്ങനെ ചുറ്റിപ്പറ്റി അവിടെ അങ്ങനെ കഴിഞ്ഞു കൂടും കുട്ടി. അങ്ങനെ ഇരിക്കേണ്ട ഇടയിൽ അവർ കൃഷ്ണ കഥകൾ, നാരായണൻ്റെ കഥകളൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ വലിയ സന്തോഷമായിരുന്നു. അപ്പോൾ ഞാൻ പൂർവ്വവാസൻ്റെ കാര്യം പറയും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, തത്രതം ബുദ്ധി സംയോഗം ലഭതേ പൗർവ്വദൈഹികം. പൂർവ്വവാസനയാണ് നമ്മളെ ഓരോന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ വന്നിട്ട് എനിക്കിവിടെ രാമായണം കേൾക്കണമെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഒരു പൂർവ്വവാസനയാണ്. പറയാൻ തോന്നിപ്പിക്കുന്നതും ഇടവരുത്തുന്നതും നമ്മളുടെ പൂർവ്വബന്ധമാണ്. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ അവർ പറയുന്ന കഥകളൊക്കെ കേൾക്കും, സന്തോഷിക്കും. അവർ കുറച്ച് കാലം കഴിഞ്ഞ് അവർ പോകും അവരുടെ മാർഗ്ഗം അല്ലേ. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ അമ്മ പശുവിനെ കറക്കാൻ പോയതാണ്. ആ ഒരു പാമ്പിൻ്റെ കടിയേറ്റ് മരിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടിയാണെങ്കിൽ ഇവിടെ എത്തുംപിടി ആയിട്ടില്ല. എന്നിട്ടും ആ ഭഗവത് ഭക്തിയിൽ ഒട്ടും കുറവ് വന്നില്ല. ആ കാമരാഗാദികൾ തീർന്ന ആനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേൻ. അഹല്യ പറയുകയാണ്, ഞാനതാ ആ പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനി ജരേശരണം എന്ന് പറയുന്ന ദുഃഖമില്ലാതാകാൻ വേണ്ടി ആ ഭഗവത് പാദത്തെ നമ്മളും തന്നെ സദാസമയവും ഭജിക്കുക, അതുമാത്രമേ മാർഗമുള്ളൂ എന്ന് പറയാണ്. വേദ്യനല്ലാരാലും എന്നാലും വേദാന്തവേദ്യൻ. വേദാന്തവേദ്യൻ എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങളിലും അതേപോലെ തന്നെ ഉപനിഷത് വാക്യങ്ങളിലുമൊക്കെ പ്രകീർത്തിക്കുന്ന പരംപുരുഷനായിട്ടുള്ള ഭഗവാനാണ് അങ്ങ് എന്ന് പറയുന്നു. പരബ്രഹ്മാക്യൻ. ആരാണ് അങ്ങ്? പരബ്രഹ്മാക്യൻ, പരബ്രഹ്മമൂർത്തിയാണ്. കുറേയേറെ നിർവചനം അടുത്തത് നമുക്ക് തികഞ്ഞില്ലെങ്കിൽ അപ്പോൾ നാളെ ചുരുക്കിയാണ്ട് പറയാം അല്ലേ. അപ്പോൾ പരബ്രഹ്മാക്യൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഭഗവാൻ ബ്രഹ്മസ്വരൂപമാണ്. ഈ ഭൂമി, ഈ ലോകത്ത് ആദ്യമുണ്ടായത് എന്താണ്? 14 ലോകത്തിൻ്റെയും അധിപനായിട്ടുള്ള ബ്രഹ്മസ്വരൂപനായ ഭഗവാൻ. അത് ഓങ്കാരമായ പൊരുൾ 3ആയി പിരിഞ്ഞതാണ്. ഓങ്കാരം എന്നാൽ എന്താണ്? ഉണ്ടല്ലോ, ചുരുക്കണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് പറയാം. അപ്പോൾ എന്തായാലും ഒരു വക്ക് തൊടാൻ പറ്റില്ല. പണ്ടാരും പറഞ്ഞു അമ്പലം വിഴുങ്ങാൻ ഇരിക്കണേ ഉള്ളൂ എന്ന് പറഞ്ഞു അല്ലേ. വക്ക് കടിക്കാൻ പറ്റിയില്ല, അമ്പലം വിഴുങ്ങാൻ നമ്മുടെ മുന്നിൽ കിടക്കണേ ഉള്ളൂ. എവിടെ എത്തണം? നാരദനും ശ്രീരാമസ്വാമിയും തമ്മിലുള്ള സംവാദം വരെ എത്തണം. അപ്പോൾ അതുകൊണ്ട് ഓടിക്കാൻ പറ്റുന്നിടത്തുനിന്ന് ഓടിക്കാം. അപ്പോൾ അത് എന്തായി? അപ്പോൾ ഇവിടെ ഈ ഈശ്വരനെ നമുക്ക് എങ്ങനെ ഇപ്പം മനസ്സിലാക്കുക? നമ്മൾ പലയിടത്തും പല രൂപത്തിൽ പ്രകീർത്തിച്ചിട്ടും ഏതാണ്ടൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ മനസ്സിലൊക്കെ തോന്നിയിട്ടുണ്ട് എന്ത്? ആ ഭഗവാനെ ഒന്ന് കാണാൻ, അല്ലെങ്കിൽ ദേവിയെ ഒന്ന് കാണാൻ പറ്റുമോ? ദേവിയെ കാണാൻ പറ്റില്ല. അതെന്താണ്? ബ്രഹ്മാണ്ടം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മസ്വരൂപമാണ് അവർക്ക് നമ്മൾ കൊടുക്കുന്നതാണ് മൂർത്തിഭാവം അല്ലേ. അപ്പോൾ ആ ഓം എന്ന് പറയുന്ന പ്രണവമന്ത്രം അത് ബ്രഹ്മമാണ്. ആ പ്രണവമന്ത്രത്തിൽ 3 വർണ്ണങ്ങളാണ്: അകാര, ഉകാര, മകാര മന്ത്രങ്ങൾ. അകാരവും ഉകാരവും മകാരവും എന്താണ്? 3 ഗുണങ്ങളുടെ പ്രതീകമാണ്. സത്വം, രജസ്, തമസ്. സത്വഗുണപ്രധാനമായി വിഷ്ണു. ഈ ബ്രഹ്മത്തിൽ നിന്നുണ്ടായതാണ് ആര്? വിഷ്ണു. അതേപോലെ ബ്രഹ്മാവ് സൃഷ്ടികർത്താവായി. പിന്നെ സംഹാരമൂർത്തിയായ ആരുമുണ്ടായി? തമോ ഗുണപ്രധാനമായി മഹാദേവൻ, രജോ ഗുണപ്രധാനമായി ബ്രഹ്മാവ്, സത്വഗുണപ്രധാനിയായി വിഷ്ണു എന്ന് പറഞ്ഞാൽ, സത്വഗുണപ്രധാനി എന്ന് പറഞ്ഞാൽ ബ്രഹ്മം പൂർണ്ണരൂപമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അധർമ്മങ്ങളോ അന്യായങ്ങളോ ഒന്നുമില്ല എന്നർത്ഥം. അപ്പോൾ സാക്ഷാ രൂപം തന്നെ എന്നർത്ഥം. അപ്പോൾ ഈ 3 അഹങ്കാരങ്ങളായി അത് മാറി. ഈ ത്രിഗുണങ്ങളെ ത്രിമൂർത്തികളായി അതെന്തായി മാറി? ത്രിഗുണ ആ 3 ഗുണങ്ങളായി, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണങ്ങളായി. അത് 3 അഹങ്കാരങ്ങളായി. സാത്വികാഹങ്കാരം, രാജസാഹങ്കാരം, താമസഹങ്കാരം. ഈ അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോന്ന് എന്ന ബോധം, ഞാനെന്ന ബോധമാണ് എൻ്റെ അഹങ്കാരം. അഹം പറഞ്ഞാൽ എന്താണ്? ഞാൻ. അതവൻ്റെ അഹങ്കാരം എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കടന്ന അഹങ്കാരം എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. മറിച്ച് നമ്മളിലൊക്കെ ഉണ്ട് എന്ത്? എൻ്റെ ഈ ശരീരം, അതിനെ പരിരക്ഷിക്കണം, അതിനെ നല്ല നിലയ്ക്ക് കൊണ്ടുപോകണം, അതങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നത് എന്താണ്? അഹംഭാവമാണ്. അതായത് ശരീരാഭിമാനം. ആ ശരീരാഭിമാനം ഉണ്ടായി എന്ത്? ഈ ത്രിഗുണത്തിനനുസരിച്ച്. ചിലർക്ക് സാത്വികമായ അഹങ്കാരമാണ്. അതായത് നല്ല ശുദ്ധി, നല്ല പെരുമാറ്റം, നല്ല സാത്വികമായ കാര്യങ്ങളെ ചെയ്യൂ. അങ്ങനെയുള്ളവരൊക്കെയാണ് എന്ത് പേര് പറയുക? സാത്വിക അഹങ്കാരികൾ. പിന്നെ ചിലർക്ക് അങ്ങനെയല്ല, ഉറക്കം, ആലസ്യം, ഭക്ഷണം കഴിക്കുക, ഇത് കഴിഞ്ഞിട്ടേ അവർക്ക് നല്ല കാര്യമുള്ളൂ അല്ലേ. എന്തായാലും ഭക്ഷണം സുഭിക്ഷാവും, എന്നിട്ട് നാമജല്ലെന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു എന്ന് വരും. അതാരാണ് പറയുന്നത്? രജോ ഗുണ അഹങ്കാരം കൊണ്ടാണ്. താമസക്കാരോ
മുഴുവൻ അഹങ്കാരത്തിൻ്റെ മൂർത്തി എന്ന് പറഞ്ഞാൽ താൻ മാത്രമേ ഉള്ളൂ, അവിടെ സത്വങ്ങളൊന്നുമില്ല, നല്ല ഗുണങ്ങളൊന്നുമില്ല. ഈ മൂന്നത്തിൻ്റെ മൂർത്തികളായി. അതേസമയം ഈശ്വരന്മാരിൽ എല്ലാമുണ്ട്. മഹാദേവൻ ആരാണ്? എല്ലാ ഗുണങ്ങളും ഉണ്ട്. അതേപോലെ ബ്രഹ്മാവും അതെ. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള സൃഷ്ടികളങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് പോയപ്പോൾ അത് ഏറ്റക്കുറച്ചിലുകൾ വന്നു. ചിലരിൽ സത്വഗുണം ഇപ്പോഴും ഉണ്ടല്ലേ, ഇപ്പോഴും ചിലർ സാത്വികരാണ്, ചിലർ രജഗുണപ്രധാനികളാണ്. ഇപ്പോൾ രാമായണത്തിൽ തന്നെ 4 സഹോദരന്മാരുണ്ടല്ലേ. ആരൊക്കെയാണ്? രാവണൻ, കുംഭകർണൻ, വിഭീഷണൻ, ശൂർപ്പണഖ. അപ്പോൾ ഇവരൊക്കെ കുംഭകർണൻ രജോഗുണപ്രധാനിയാണ്, രാവണനോ അതാണ് മൂന്നാമത്തെ ഗുണം തമോ ഗുണം, പിന്നെയോ വിഭീഷണനോ സത്വഗുണം. അപ്പോൾ ഇതൊക്കെ കാണാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഏതാ കഥാപാത്രത്തിലൂടെയും കാണാൻ കഴിയും. ഇപ്പോൾ ഈ കാണുന്ന ബഹുകോടി ജനങ്ങളുടെ ഇടയിലും ഈ മൂന്ന് ഗുണങ്ങളാണ് ഏറ്റക്കുറവോടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മനസ്സിൽ നിന്നും എന്തു വേണം? കാമരാഗാദികൾ തീർന്ന ആനന്ദം വരുത്തണം. അതിന് ഞാൻ രാമദേവനെ ശരണം പ്രാപിക്കുന്നു എന്നാണ്. നമ്മളെ നിയന്ത്രിക്കുന്നത് എന്താണ്? കാമക്രോധ ലോപമോഹ മതമത്സര്യാദികൾ. ഈ പഞ്ചേന്ദ്രിയങ്ങൾ നമ്മളെ ഈ കാമത്തിനും ക്രോധത്തിനും മോഹത്തിനും എല്ലാം വശംവദരാക്കിക്കൊണ്ട് പോവുകയാണ്. നമ്മൾ നല്ലൊന്ന് കാണുമ്പോൾ അത് സ്വന്തമാക്കണം എന്നൊരു മോഹം അതിൽ നമ്മുടെ മനസ്സ് പതിഞ്ഞു, അതിന് പ്രവർത്തിക്കുന്നു. ഇത് കർമ്മമാണ്, ഇതിന് കർമ്മത്തിന് ഫലമുണ്ട്. ഈ ഫലം നമ്മൾ അനുഭവിച്ചേ പറ്റും. ലോഭം പിശുക്ക് നല്ലതല്ല ആണോ? പിശുക്ക് കൊണ്ടും എന്തു വരും? നാശമാണ്. അധികം രോഗം വന്നാലും ചിലർക്ക് ചികിത്സിക്കാൻ തോന്നില്ല അല്ലേ? ഫലം എന്താണ്? എത്രയും പെട്ടെന്ന് മരിച്ചു എന്നൊന്നും വരില്ല, അത് ആയുസ് തുടങ്ങിയേ പോവുള്ളൂ. ഒരു ജീവി ജനിക്കിൽ അന്നു ദൈവം കരുതിയിട്ടുണ്ടവനുള്ള മൃത്യുകാലം എന്നാണ്. നമ്മളിപ്പോൾ മരിക്കാൻ വിചാരിച്ചുകൊണ്ടൊന്നും പെട്ടെന്ന് മരിക്കില്ല. അതിനുള്ള സമയം വരുമ്പോൾ ശ്രീരാമചന്ദ്രസ്വാമി നാരദ മഹർഷിയോട് പറയുന്നുണ്ട്, രാവണ നിഗ്രഹത്തിനാണ് അങ്ങ് ഭൂമിയിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങ് ഇവിടെ കുടുംബസ്ഥനായിട്ട് ഗൃഹസ്ഥനായി കഴിഞ്ഞാൽ രാവണവധം നടക്കില്ല. അപ്പോൾ ശ്രീരാമൻ എന്താ മറുപടി പറഞ്ഞേ? രാവണവധമൊക്കെ നടക്കും, പക്ഷേ അതിനൊരു സമയമുണ്ട്. അവൻ്റെ സുഹൃതം ഒടുങ്ങുമ്പോൾ മാത്രമേ അവനെ വധിക്കാൻ കഴിയൂ. അപ്പോൾ നമ്മൾ ചോദിക്കും, ശ്രീരാമചന്ദ്രസ്വാമിക്ക് ഇത്രയൊക്കെ കാലം കാത്തിരിക്കുന്നു, ഭാര്യ ഉപേക്ഷിക്കേണ്ടിയൊക്കെ വന്നില്ലേ, എന്തെല്ലാം ദുഃഖം അനുഭവിക്കേണ്ടി വന്നു. ഇത്രയും ബദലപരാക്രമിയായിട്ടുള്ള രാമദേവനെ ഇത് എളുപ്പം നേരത്തെ ആവായിരുന്നില്ലേ? അവിടെയല്ല പ്രശ്നം. പ്രശ്നം എവിടെയാണ്? എതിരാളിയിലാണ് പ്രശ്നം. എതിരാളിയിലെ എല്ലാ സുഹൃതവും ഒടുങ്ങുമ്പോൾ മാത്രമാണ് അവനെ വധിക്കാൻ കഴിയൂ. അപ്പോൾ രാവണനെ വധിക്കാൻ കാത്തിരിക്കണം. അപ്പോൾ അതുകൊണ്ട് കാത്തിരിക്കേണ്ടി വന്നു. 14 വർഷം വനവാസം വേണ്ടി വന്നു. എന്തെല്ലാം അല്ലേ? ഇവിടെ നോക്കുക, അവിടെ അപ്പോൾ പരബ്രഹ്മത്തെ നമുക്ക് അതാണ് ബ്രഹ്മം എന്ന് പറയുക. ഓങ്കാരമായ പൊരുൾ 3 പിരിഞ്ഞുടനെ അങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയതു ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപ ഹരിനാരായണായ നമ. ഹരിനാമകീർത്തനം ആരംഭിക്കുന്നത് അങ്ങനെയാണ്. വലിയ ഒരു തത്വങ്ങളെയാണ് അവിടെ അനാവരണം ചെയ്യുന്നത്. ഓം എന്ന് പറയുന്ന ബ്രഹ്മം, ആ ബ്രഹ്മം 3 പിരിഞ്ഞു. ആ പിരിഞ്ഞുടനെ അതിന് അഹങ്കാരമുണ്ടായി, 3 അഹങ്കാരങ്ങളുണ്ടായി. അതിന് ആരാണ് അവിടെ സാക്ഷി? നമ്മളൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ, ഒരാളെന്നെ സാക്ഷിയുള്ളൂ. ഈ ബ്രഹ്മമാണ് 3 പിരിഞ്ഞത്. അപ്പോൾ അവിടെ 1 എന്നുള്ളത് ഇപ്പം എന്തായി? 4 അല്ലേ? ആ 4 ഇത് സാക്ഷിയായി. ഇതിന് വരും തലമുറയ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യ രൂപഹരി. അപ്പോൾ ഇവിടെ എന്താണ്? തുഞ്ചത്താചാര്യൻ ഗുരുവിനെ വന്നിച്ചതാണ് തുടക്കത്തിൽ. അതിൽ എത്ര തത്വങ്ങളാണ് നോക്കുക. ഏതും നമുക്ക് എന്തു വേണം? എന്തൊന്ന് ആരംഭിക്കുമ്പോഴും എന്തു വേണം? ഗുരുസ്മരണ വേണം. ഗുരുവിനെ നാരായണ സമാരംഭ അല്ലേ, ശങ്കരാചാര്യ മധ്യമ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ തസ്മൈ ഗുരുവേ നമ. അപ്പോൾ അങ്ങനെയുള്ള നാരായണനാണ് ഇവിടുത്തെ ആദ്യത്തെ ഗുരു. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ശങ്കരാചാര്യ തുടങ്ങിയിട്ടുള്ള ഇപ്പോൾ നിൽക്കുന്ന എത്രയോ ആചാര്യന്മാരുണ്ട്, അവരൊക്കെ ഗുരുക്കന്മാരാണ്. ആരാ ഗുരു? ഗുരോരനുഗ്രഹേനൈവ പുമാൻ പൂർണ്ണപ്രശാന്തയേ എന്നാണ്. ഒരു ഗുരുവിൻ്റെ അനുഗ്രഹം ഇല്ല എങ്കിൽ ഒരാളും പൂർണ്ണനാവില്ല എന്ന് ആരാ പറഞ്ഞേ? കുചേലനോട് ശ്രീകൃഷ്ണ പറഞ്ഞേ. നമുക്കവിടെ ആ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ പഠിക്കാൻ കിട്ടിയ കാലമുണ്ടല്ലോ, ഇതിലും വലിയൊരു കാലമില്ല, ഒരനുഗ്രഹത്തിൻ്റെ കാലമില്ല. ഭഗവാൻ തന്നെ ഗുരുവാണ്, ലോകഗുരുവാണ് അല്ലേ? എന്നാൽ ലോകഗുരു പറയുകയാണെന്ത്? നമുക്കൊരു ഗുരു വേണം. എന്തിന്? നമ്മൾ പൂർണ്ണനാകാൻ. ഗുരുവിൻ്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ സാധിക്കില്ല. നമ്മൾ ശിവേ രുഷ്ടേ ഗുരുത്രാത. മഹാദേവൻ നമ്മളെ നമ്മളോട് ക്രോധിച്ചു വിചാരിക്കാം. ഒരു പക്ഷേ തന്ത്രമന്ത്രാദികളുടെ സാന്നിധ്യം കൊണ്ട് ഒരു ഗുരുനാഥന് അതിൽ നിന്നും നമ്മളെ മോചിപ്പിക്കാൻ സാധിക്കും. എന്നാലോ
ഗുരു ദ്വേഷിച്ചാൽ എന്നാ ശങ്കര, ഗുരുവിന് വിരോധം വന്നാൽ ആര് വിചാരിച്ചാലും രക്ഷിക്കാൻ കഴിയില്ല, ശങ്കരൻ വിചാരിച്ചാലും സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഈശ്വര കോപത്തിലും വലിയ കോപമാണ് ഗുരുവിൻ്റെ കോപം. കാരണം ഗുരു ആരാണ്? ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുർ ദേവോ മഹേശ്വര, ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരവേ നമ. ഗുരു പരമമായിട്ടുള്ള ബ്രഹ്മമാണ്. ആ ബ്രഹ്മമായി നിൽക്കുന്ന ഭഗവാനെ നമുക്ക് അഥവാ നിർവചിക്കാൻ ഒരു നിശ്ചിതമായ ചട്ടക്കൂടി നിർത്താനാകില്ല. ചരാചര രൂപേണ നമ്മളിലൊക്കെ ജീവസ്വരൂപേണ ഉള്ളിൽ നിന്നുകൊണ്ട് ഭഗവാൻ ആണെന്നും അരുതെന്നും നിർദ്ദേശിക്കുന്നുണ്ട്. അത് കേൾക്കാൻ ആരും ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നാണ് ആര് പറഞ്ഞത്? മഹാകവി ഉള്ളൂർ പറഞ്ഞത്. മഹാകവികളൊക്കെ ഉണ്ട്, അവരൊക്കെ ഏതാണ്ടൊക്കെ പഠിച്ച് മനസ്സിലാക്കിയവരാ. ആമെന്നരുതെന്നും ഉള്ളിലിരുന്ന് നമ്മോട് സദാ പറയുന്നുണ്ട്. പക്ഷേ നമ്മളൊന്നും ചെവിക്കൊള്ളുന്നില്ല. നമുക്കപ്പോഴേക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ സുഖഭോഗങ്ങളിൽ അങ്ങനെ മനസ്സ് വ്യാപരിക്കുക. അപ്പോൾ അതിനെ പിൻവലിക്കാൻ കഴിയണം. അതവിടെ പറയുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? കാമക്രോധ ലോപമോഹ മതമത്സര്യാദികളിൽ വ്യാപരിക്കുന്ന നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ, കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്കെ, ചെവി, ഈ 5 ഇന്ദ്രിയങ്ങളാണ് വലിയ ഉപദ്രവക്കാർ അല്ലേ. പിന്നെ ബുദ്ധി, മനസ്സും. അതാണ് നമ്മുടെ സൂക്ഷ്മ ശരീരം. അപ്പോൾ ആ ശരീരമാണ് എന്ത് നമ്മളെ ഇതിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അതിൽ നിന്ന് മോചനം നേടിയാൽ നമുക്ക് ദുഃഖങ്ങളില്ലാതാകും. നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കുന്ന താനാര് തന്നാര് അല്ലേ, ഇതാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം. താനാരെന്നും മറ്റുള്ളവരാരാണെന്നും ഉള്ളിലിരിക്കുന്നത് എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന സ്ഥിതിയിലേക്ക് നമുക്ക് എത്താൻ കഴിയാം. അപ്പോൾ അത് ഇവിടെ പറയുന്നു. അപ്പോൾ ഈ ബ്രഹ്മത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വിസ്തരിക്കേണ്ട സമയമാണ്. എന്താണ് പരബ്രഹ്മം എന്ന് അറിയാതെ കണ്ട് അകവൂർ ചാത്തൻ കേട്ടിട്ടുണ്ടാവും അല്ലേ. അദ്ദേഹം ഈ പറയിപ്പറ്റ പന്തീരുകുലത്തിലൊരാളാണ് ആര്? അകവൂർ ചാത്തൻ. വരരുചിക്ക് ഒരു പറയ സ്ത്രീയിൽ ഉണ്ടാകുന്ന അതിനൊക്കെ കഥകൾ കുറേ അധികമുണ്ട് അല്ല. വിക്രമാദിത്യ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായിരുന്നു ആര്? വരരുചി അല്ലേ. ആ വരരുചി അദ്ദേഹം ദേശാടനത്തിന് പോയതും ദേശാടനത്തിന് പോകാൻ കാരണം രാമായണത്തിലെ മർമ്മശ്ലോകം അദ്ദേഹത്തിന് പെട്ടെന്ന് പറയാൻ പറ്റിയില്ല. ഈ നവരത്നങ്ങളെന്ന് പറയുന്ന 9 പേരും ആരാണ്? മഹാദിവ്യന്മാരാണ്. ശംഖു, വേതാളഭട്ടൻ, കടകർപ്പരൻ, കാളിദാസൻ, വരാഹം, ഇരകൻ, വരരുചി, അങ്ങനെ. അപ്പോൾ അങ്ങനെയുള്ള ഈ 9 പേരും, വരരുചി അതിലൊരാളാണ്. വരാഹമിഹിരൻ എന്ന് പറഞ്ഞ അസ്ട്രോളജറാണ്. ധന്വന്തരി, ക്ഷപണകൻ, അപരസിംഹൻ, ശംഖു, വേതാളഭട്ടൻ, കടകർപ്പരൻ, കാളിദാസൻ, വരാഹമിഹിരൻ, വരരുചി. ഈ 9 പേരാണ് എന്ത് പേര് പറയുക? നവരത്നങ്ങൾ. വിക്രമാദിത്യ സഹസ്രം പണ്ട് രാജാക്കന്മാരുടെ സഹസ്സിൽ മഹാപണ്ഡിതന്മാരെ ഉണ്ടാവുള്ളൂ. അവർക്ക് എല്ലാ പട്ടും വളയും ഒക്കെ കൊടുത്ത് എല്ലാ സംരക്ഷണവും കൊടുക്കും. അവർ കഴിഞ്ഞേ മറ്റൊന്നുള്ളവർക്ക്. അപ്പോൾ അങ്ങനെയുള്ള നവരത്നങ്ങൾ ഒരാളെ വരരുചിയോട് രാമായണത്തിലെ മർമ്മശ്ലോകം ഏതാണെന്ന് ചോദിച്ചു എന്നാണ്. ഏതാ രാമായണത്തിലെ മർമ്മശ്ലോകം? രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജ അയോധ്യ അടവി വിദ്ധി ഗച്ഛതാത യഥാസുഖം. ആരോട് പറയുന്നതാ? സുമിത്ര ലക്ഷ്മണനോട് പറയാണ് അല്ലേ. വനവാസത്തിന് പുറപ്പെട്ടപ്പോൾ രാമൻ്റെ കൂടെ കൊണ്ടുപോകാനൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല ആദ്യം അല്ലേ. അവസാനം കേണ അപേക്ഷിച്ചപ്പോൾ ലക്ഷ്മണനെ കൊണ്ടുപോകാമെന്ന് തീരുമാനിക്കുന്നു. സീതയും കൊണ്ടുപോകണില്ല വിചാരിച്ചാണ്. പിന്നെ അങ്ങയുടെ മുമ്പിൽ ഞാനാ നടക്കുക എന്നാണ് സീതാദേവി പറഞ്ഞല്ലേ. അങ്ങ് വനവാസത്തിന് പോകുന്നുണ്ടോ? ആരായിരിക്കും മുമ്പേ നടക്കുക? ഈ ഞാൻ എന്ന് സീത പറഞ്ഞു. അതാണ് പതിവ്രതാരത്നത്തിൻ്റെ അല്ലേ. അയോധ്യയിൽ പിന്നെ എനിക്ക് യാതൊരു കാര്യവുമില്ല. അപ്പം അങ്ങനെയുള്ള ആ ലക്ഷ്മണൻ പുറപ്പെട്ടപ്പോൾ സുമിത്ര ഉപദേശം കൊടുക്കുകയാണ്. ദീർഘവീക്ഷണത്തോടു കൂടിയ ഉപദേശമാണതല്ലേ അല്ലേ. കൗമാരപ്രായത്തിൽ നിൽക്കുന്ന കുട്ടികളാണ്. അങ്ങനെയുള്ള തൻ്റെ മകനെ അവിവേകങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി അമ്മ ഉപദേശിക്കുകയാണെന്ത്? രാമനെ നിത്യം ദശരഥനെന്നുള്ളിൽ ആമോദമോടെ നിരൂപിച്ചു കൊള്ളണം. അപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ ആരാണ്? എൻ്റെ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിയമ്മയാണ് അല്ലേ. അപ്പോൾ ആ ജ്യേഷ്ഠനെയും ജ്യേഷ്ഠത്തിയമ്മയെയും നീ ആരായി കണക്കണം? രാമം ദശരഥം വിദ്ധി. രാമനെ കാണുമ്പോൾ ദശരഥനാണെന്ന് കരുതണം, അച്ഛനാണെന്ന്. അച്ഛനോടുള്ള ഭവ്യതയും റെസ്പെക്റ്റും അല്ലേ. മാ വിദ്ധി ജനകാത്മജ, മാം ഞാനെന്ന് കരുതണം, വിധിക്കണം. ആരെ കാണുമ്പോൾ? ജനകാത്മജയെ, സീതയെ കാണുമ്പോൾ അമ്മയാണെന്ന് കരുതണം. അയോധ്യ അടവിയും വിദ്ധി. ഇവിടെ കൊട്ടാര സുഖത്തുനിന്ന് അപ്പോൾ പോകാൻ പോകണം അല്ലേ. കാട്ടിൽ ചെന്നാൽ എന്താണ്? കല്ലും മുള്ളും ചോലയിലെ വെള്ളമൊക്കെ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം?
അവിടെ ക്ലേശങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടത് അയോധ്യയാണെന്ന് കരുതണം. അച്ഛൻ്റെ വാക്ക് പാലിക്കാനായിക്കൊണ്ട് പോയിക്കൊണ്ടാലും അതിലും ഏറ്റവും മർമ്മം ഏതാണ്? അപ്പോൾ ഈ 4 വരിയിൽ മാ വിദ്ധി. ഈ വരരുചി പെട്ടെന്ന് ശ്ലോകം പറഞ്ഞില്ല, 41 ദിവസത്തെ സമയം കിട്ടി. അധികം അങ്ങനെ ദേശാടനത്തിനിറങ്ങി ആൽമരച്ചോട്ടിലിരുന്ന് വിശ്രമിച്ചു. അപ്പോഴതാ അതിൻ്റെ മുകളിൽ കുറച്ച് അഥവാ അപ്സരസ്സുകൾ, എന്താന്ന് പറയാം, മറ്റേ കുട്ടികൾ, എന്താന്ന് പറയാം, അതിൻ്റെ മുകളിൽ രക്ഷസുകൾ അതിൻ്റെ മുകളിൽ താമസിക്കുന്നുണ്ട്. അവർ പറയുകയാണ് ഈ വരരുചി ബ്രാഹ്മണനെ കണ്ടിട്ട്, അപ്പോൾ അദ്ദേഹം ഈ മാവിദ്യ അറിയാത്ത, അപ്പോൾ ഈ സമയത്ത് ഒരു പറയ വീട്ടിലൊരു പെൺകുട്ടി ജനിച്ചിട്ടുണ്ട്. ആ പെൺകുട്ടിയിലെ പ്രവചനം നടത്തുകയാണ്. ഈ മാവിദ്യ അറിയാത്ത വരരുചിയാണ് ഈ പറയകുലത്തിൽ ജനിച്ച പെൺകുട്ടിയുടെ ഭർത്താവുക. ഇവിടെ വരരുചിയെ സംബന്ധിച്ചിടത്തോളം ഒരു വെടിക്ക് 2 പക്ഷി ഉണ്ട് എന്നുള്ള ഫലമായി. എന്താണ് ഈ 2 പക്ഷി? തേടിയ പള്ളിച്ച കാലിൽ ചുറ്റുകയെന്ന് കേട്ടിട്ടുണ്ടോ? അദ്ദേഹം വന്നത് ദേശാടനത്തിനാണ്. ആൽമരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിച്ചു. ആലിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കാൻ പാടില്ല എന്നാണ് പറയാം. കാരണം ഈ അവിടെ അങ്ങനെ അപ്പോഴാണ് ഇത് കേൾക്കുന്നത്. എന്ത് മാവിദ്യ അറിയാത്ത ഈ വരരുചിയാണ് ഈ കുട്ടിയുടെ ഭർത്താവായിട്ട് വരിക. പക്ഷെ അന്നത്തെ കാലം എന്താണ്? ജാതിക്കുള്ളിൽ ജാതി, അതിൻ്റെ ഉള്ളിൽ ഉപജാതി, ഇങ്ങനെയൊക്കെയുള്ളതാണ്. എപ്പോഴും ഉണ്ടോ? കുറേ ഉണ്ടാവും അല്ലേ? അപ്പോൾ അതുകൊണ്ട് അത്രയും അസ്പൃശ്യത. ബ്രാഹ്മണശ്രേഷ്ഠനാണ് വരരുചി, പറയുകുലത്തിലാണ് പെൺകുട്ടി ജനിച്ചിരിക്കുന്നത്. ഇവളുടെ ഭർത്താവായി വരുമെന്ന് പറയുമ്പോൾ അത് വരരുചിക്ക് സ്വീകാര്യമായില്ല അല്ലേ? അദ്ദേഹം തിരിച്ചു ചെന്ന് കൊട്ടാരത്തിൽ ചെന്നു, വിവരം കൊടുത്തു, രാമായണത്തിലെ മർമ്മശ്ലോകം പറഞ്ഞു, അദ്ദേഹത്തിന് പട്ടും വളയൊക്കെ കൊടുത്തു, കൂട്ടത്തിലൊരു നിർദ്ദേശവും കൊടുത്തു. അത്ര അദ്ദേഹം ഒരു പറയകുലത്തിലൊരു പെൺകുട്ടി ജനിച്ചിട്ടുണ്ട്, അത് രാജ്യത്തിന് ദോഷകരമാണ്, അവളെ ഇല്ലാതാക്കണം. അങ്ങനെ ഭടന്മാർ വന്ന ആ പെൺകുട്ടിയെ അഥവാ ശിരസിൽ ശൂലവും തറച്ച് ഒഴുക്കിവിടുന്നു. ആ കുട്ടി അങ്ങനെ ആ ചരിത്രം അങ്ങനെ പോയി. പിന്നെ കുറേ കാലം കഴിഞ്ഞ് വീണ്ടും വരരുചി തീർത്ഥാടനത്തിന് വരുന്നു. ഒരു ബ്രാഹ്മണ വീട്ടിൽ അന്തി ഉറങ്ങുന്നു. ആ അന്തി ഉറങ്ങുമ്പോൾ അദ്ദേഹം അന്തി ഉറങ്ങാനുള്ള അനുവാദം കിട്ടിയപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് ഇവിടെ അന്തി ഉറങ്ങണമെങ്കിൽ ചില നിബന്ധനകളൊക്കെ ഉണ്ട്. ഒന്ന്, ആദ്യം പറഞ്ഞത് എന്താണ്? എനിക്ക് ഭക്ഷണം കഴിഞ്ഞ് കുളി കഴിഞ്ഞ് വന്നാൽ വീരാളിപ്പട്ട് ഉടുക്കണം എന്നാണ്. അപ്പോൾ അവിടെ ഒരു ബ്രാഹ്മണനുണ്ട്, ഒരു മകളേ ഉള്ളൂ. അപ്പോൾ ബ്രാഹ്മണന് വളരെ ദരിദ്രമാണ്, അവർക്ക് വിഷമമുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വീരാളിപ്പട്ടൊന്നും ഇവിടെ അല്ല, അതെവിടെ ഉണ്ടാവുള്ളൂ? കൊട്ടാരത്തിലേ ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ അതൊക്കെ വിഷമമാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ മകളകത്തുനിന്ന് പറഞ്ഞു, അത്ര എന്ത് അച്ഛാ അത് കൊടുക്കാം. പിന്നെ രണ്ടാമത് പറഞ്ഞു, എന്ത് എനിക്ക് കുളി കഴിഞ്ഞ് വന്നാൽ 101 കറിയോട് കൂടിയ വിഭവം ഭക്ഷണം വേണമെന്നാണ്. അപ്പോഴും അച്ഛൻ കുഴങ്ങി. അപ്പോൾ മകൾ പറഞ്ഞു, എന്താ കൊടുക്കാം. പിന്നെ എനിക്ക് 4 ആൾ എന്നെ താങ്ങണം, 3 ആളെ എനിക്ക് തിന്നും വേണമെന്നാണ്. നമ്മൾ സാധാരണ പറയാണ്ട വാക്യാധികം വ്യംഗ്യമെങ്കിൽ അക്കാവ്യം ധ്വനിസജ്ഞിതെന്നാണ്. വാച്യത്തേക്കാൾ അധികം വ്യംഗ്യമാണ് കേൾക്കുന്നതെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് പണ്ട് നിപുണന്മാരെന്ന് പറയുക, കവികൾ, സാഹിത്യകാരന്മാരൊക്കെ. അപ്പോൾ ഈ പറയുന്നതിനേക്കാൾ അപ്പുറത്തൊരു ധ്വനിയുണ്ട്, അത് മനസ്സിലാക്കാൻ കഴിവുള്ള സമർത്ഥയായൊരു പെൺകുട്ടിയാണ് അപ്പോൾ ഇവിടെ അതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ അതും കൊടുക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം സ്നാനമൊക്കെ കഴിഞ്ഞ് വന്നു. അദ്ദേഹം ഒരു കൗപീനം കൊടുത്തു എന്നാണ്. ആ കൗപീനം അദ്ദേഹത്തിന് ഏതുപോലെയാണ്? വീരാളിപ്പട്ടിന്. കൗപീനം പറഞ്ഞാൽ കോണകം അല്ലേ? നമ്മൾ സാധാരണ അതാണ് പണ്ടത്തെ സമ്പ്രദായം. ഇപ്പോഴും തന്നെ പൂജാദികൾക്കൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ കൊടുത്തു, കൗപീനം കൊടുത്തു. അപ്പോൾ പട്ടിന് തുല്യമായി. പിന്നെ അദ്ദേഹം 101 കറി എന്ന് പറഞ്ഞു. ഭക്ഷണ സമയത്ത് എഞ്ചിത്തൈര് കൊടുത്തു എന്നാണ്. ഇഞ്ചിത്തൈരോട് കൂടിയ ഊണ് 101 കറി. ഈ ശ്രാദ്ധമൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ഇഞ്ചിത്തൈര് അതിൻ്റെ ഫലസിദ്ധിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതായി. പിന്നെ 4 ആൾ താങ്ങണം പറഞ്ഞാൽ കട്ടിലേ വീണ്ടും അദ്ദേഹത്തിന് കിടക്കൊന്നും വേണ്ട. 4 ആൾ കട്ടിങ്കാലാണ്. പിന്നെ 3 ആളെന്ന് പറഞ്ഞാൽ താമ്പൂലത്തിൽ പുകയില ഇല്ല. അപ്പോൾ 3 വെറ്റില അടക്കി ചുണ്ണാമ്പും ഒക്കെ വേണ്ടു. അപ്പോൾ അതൊക്കെ അർത്ഥം മനസ്സിലാക്കി കാര്യങ്ങൾ നിർവഹിച്ച ആ പെൺകുട്ടി അതിസമർത്ഥയാണെന്ന് മനസ്സിലാക്കിയ ഈ തിരുമേനി അവളെ കാണാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അദ്ദേഹം വിവാഹം ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അച്ഛന് വളരെ സന്തോഷമായി. കാരണം ഭാരതം മുഴുവൻ കേട്ടിട്ടുള്ളൊരു പണ്ഡിതനാണ് ആര്? വരരുചി. ആ വരരുചിക്ക് തൻ്റെ മകളെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം ഇനി എന്ത് കിട്ടാൻ എന്ന് പറഞ്ഞ് വിവാഹം ചെയ്ത് കൊടുക്കുന്നു. അന്നത്തൊക്കെ വിവാഹം നമുക്കറിയാമല്ലോ, കൂട്ടിക്കൊണ്ടുപോകല്ല. അപ്പം അങ്ങനെ കൊണ്ടുപോയി. അങ്ങനെ യാത്രാമധ്യേ അവർ വിശ്രമിക്കുന്നതിനിടയിൽ ഈ സ്ത്രീയുടെ ശിരസിലുള്ള കുഴി
ദർശിക്കപ്പെടുന്നു, താഴ്ച ഒന്ന് ശ്രദ്ധിക്കപ്പെടുകയാണ്. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത്, ഞാൻ ബ്രാഹ്മണ സ്ത്രീയല്ല, എന്നെ ദത്തെടുത്ത് വളർത്തുന്ന പിതാവാണിത്. ഞാൻ പുഴയിലൂടെ ഒഴുകി വന്ന ഒരു ശിശുവായിരുന്നു. പുഴയിലൊഴുകി വരുന്ന കുട്ടിയെ എന്ത് ജാതിയാണെന്ന് പറയാൻ പറ്റുമോ? എന്നാൽ അങ്ങനെ അറിഞ്ഞുവെങ്കിൽ ആ കർണന് ഈ വല്ല വിഷമം ഉണ്ടായിരുന്നോ? അല്ലേ? ഗംഗാനദിയിലൂടെ ഒഴുക്കി വിട്ടുകാരെ അവിവാഹിതയായിട്ടുള്ള ദുർവാസാവിൻ്റെ വരബലമായിട്ടുള്ള കുട്ടിപ്രായത്തുണ്ടായൊരു കൗതുകമാണ് അല്ലേ? വരം കിട്ടിയപ്പോൾ പരീക്ഷിച്ചു, ഒരു പുത്രനുണ്ടായി. പക്ഷേ അവിവാഹിതയായ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് പ്രതിസന്ധിയാണ്. അവളെ ഭഗവാന്റെ സംരക്ഷണയിൽ വളരുമെന്ന ആ കുന്തി മാതാവിൻ്റെ ആ വിഷമം തന്നെയാണ്. അറിഞ്ഞുകൊണ്ടല്ല, ആ മാതാവ് വഹിച്ചതുപോലെ ദുഃഖം ഒരമ്മയും വഹിച്ചിട്ടില്ല അല്ലേ? അങ്ങനെ ഒഴുക്കി കൊടുത്തു. ആ കുട്ടി ഒഴുകി വന്നു. കുട്ടിയുടെ എന്തില്ല, ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. കുട്ടിയെ എടുത്ത് വളർത്തിയത് ആരാ? സൂതകുലത്തിൽപ്പെട്ട അതിരഥനായിരുന്നു. ഭീഷ്മരുടെ തേരാളിയാണ് ആര്? അതിരഥൻ. ആ കുട്ടി അവിടെ വളർന്നു, സൂതപുത്രനായി വളർന്നു. പക്ഷെ കുട്ടിക്ക് മനസ്സിലൊക്കെ വരുന്നത് എന്താ? ക്ഷത്രിയവാസനയാണ്. ധനുർവിദ്യ പഠിക്കാൻ അവർ ഒരുങ്ങി തിരിച്ചല്ല, ഒരാളും പഠിപ്പിച്ചു കൊടുത്തില്ല. ദ്രോണരും കൃപരും ഭീഷ്മരും ഒന്നും പഠിപ്പിച്ചു കൊടുത്തില്ല. അങ്ങനെ വളരുന്നു. അവിടെ എത്തി. അഥവാ കർണൻ അവസാനം മഹാഭാരത യുദ്ധത്തിൽ അധർമ്മത്തിൻ്റെ പക്ഷത്താണ് നിന്ന്. അതിനൊക്കെ കാരണമുണ്ട്. നമുക്ക് നരനാരായണന്മാരുടെ കഥ വരുമ്പോൾ മനസ്സിലാക്കാം ബാക്കി എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ അടുത്ത വിഷയം. അപ്പോൾ അങ്ങനെ ആ വരരുചിയിൽ നിന്ന് അപ്പോഴാണ് പറയുന്നത് ആരായിരുന്നു ഈ സ്ത്രീ? ആരാണ്? ആ പറയിപ്പറ്റ ആ പെൺകുട്ടിയാണ്. വിധിബലം കൊണ്ടാണ് ഇവിടെ വന്നത് അല്ലേ? നമ്മൾ സാധാരണ പറയാറുണ്ട്, എന്താ വിധിവിഹിതമേവനും ലംഘിച്ചുകൂടുമോ? വിധിയെ മറികടക്കാൻ ഒരാൾക്കും കഴിയില്ല. ആ വിധിച്ചതൊക്കെ കിട്ടും. സമയമാവുമ്പോൾ നമ്മളെ തേടി വരും. ഇവിടെ വരരുചിയെ തേടി എത്തിയാര്? ഈ പഞ്ചമി എന്നാണ് പേര്. ആ പെൺകുട്ടി അങ്ങനെ അവർ ജീവിതയാത്ര ആരംഭിച്ചു. ആദ്യത്തെ കുട്ടി ജനിച്ചു, കാട്ടിൽ കയറി പ്രസവിച്ചു എന്ന് പറയുന്നു. കുട്ടിയെ വളർത്താൻ നോക്കുമ്പോൾ വരരുചി പറഞ്ഞു കുട്ടിയെ ഇവിടെ ഉപേക്ഷിക്കാൻ. അപ്പോൾ എന്താ ഉപേക്ഷിക്കാൻ പറഞ്ഞ കാര്യം? വായി കീറിയവൻ ഇരയും കൊടുക്കും. കുട്ടിയെ ഒരു കാട്ടിൽ ഉപേക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്താ പറഞ്ഞേ? വായ കീറിയവൻ ഇരയും കൊടുക്കും എന്നുള്ളതുകൊണ്ട് അവിടെ ഉപേക്ഷിച്ചു. അങ്ങനെ 11 പേരെ ഉപേക്ഷിച്ചു. 12ാമത്തെ കുട്ടിയെ ഉപേക്ഷിച്ചില്ല. കാരണം എന്താണ്? 12ാമത് കുട്ടി ജനിച്ചപ്പോൾ അമ്മ വരരുചിയോട് പറഞ്ഞു, അത്ര നുണ പറഞ്ഞു എന്നാ. കുട്ടിക്ക് വായുണ്ടോ ചോദിച്ചപ്പോൾ വായില്ല എന്ന് പറഞ്ഞു എന്നാ. അപ്പോൾ അത് കുട്ടിയുടെ വായ അദൃശ്യമായി എന്നാ. അതാണ് വായില്ല കുന്നിലപ്പൻ എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള കഥകളൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഈ പരബ്രഹ്മ അതിലൊരാളാണ് അകവൂർ ചാത്തൻ. അകവൂർ ഇല്ലത്താണ് ഈ ചാത്തൻ എന്ന കുട്ടി വളർന്നത്. ഈ 12 പേരിൽ ഒരാളാണ് ആര്? ചാത്തൻ. അപ്പോൾ ആ കുട്ടി അകവൂർ ഇല്ലത്ത് ആശ്രിതനായി അന്ന് ജാതി ചെയ്യുന്ന ജോലിക്കനുസരിച്ചാണ് വളർന്നു. അപ്പോൾ ഈ തിരുമേനി എന്നും രാവിലെ പോയി ഗായത്രി മന്ത്രമൊക്കെ ചൊല്ലി സൂര്യ നമസ്കാരമൊക്കെ ചെയ്ത് ഭജിക്കുന്നത് കാണുക. അപ്പോൾ കുട്ടികൾ ചോദിക്കുന്നുണ്ട്, അകവൂർ ചാത്തൻ ചോദിക്കുന്നുണ്ട്, അങ്ങ് എന്തായി ചെയ്യുന്നതെന്ന്. ഞാൻ പരബ്രഹ്മത്തെ ഉപാസിക്കുകയാണെന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ പരബ്രഹ്മം അതെന്താണെന്ന് ചോദിക്കുകയാണ്. എന്തപ്പോൾ ഇദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുക? പരബ്രഹ്മം പോത്തുപോലെ എന്ന് പറഞ്ഞു അത്ര. അപ്പോൾ പരബ്രഹ്മം പോത്തുപോലെയെന്ന് മനസ്സിലാക്കി ഇദ്ദേഹം എന്ത് ചെയ്തു? പിറ്റേ ദിവസം മുതൽക്ക് പോത്തിൻ്റെ രൂപത്തിൽ ഭഗവാനെ ഭജിക്കാൻ തുടങ്ങി. പക്ഷേ ചാത്തന് പരബ്രഹ്മം ദൃശ്യമായി എന്നാണ്. ചാത്തൻ്റെ കൂടെ പരബ്രഹ്മം പോത്തിൻ്റെ രൂപത്തിൽ നടക്കാൻ തുടങ്ങി. കാരണം നമ്മൾ ആരാന്നല്ല, സ്ഥാനമാനല്ല ഒരാളുടെ മഹിമ, മറിച്ചോ അയാളുടെ ഭക്തി, നിഷ്കാമമായ ഭക്തിയാണ് കാരണം. ആ പോത്തിനെയും കൊണ്ട് അതാ ഇവിടെ നടക്കുന്നു. ആ നടന്ന് എന്ത് ചെയ്തു? അവസാനം ഇല്ലത്ത് ഇദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. ഒരു ദിവസം കടമ്പായ കടക്കുമ്പോൾ തിരുമേനി കടന്നു, ചാത്തൻ കടന്നു. എന്നിട്ട് കടമ്പായ ഊരുന്നത് കാണുമ്പോൾ ചോദിക്കുകയാണ്, അല്ല എന്തിനാ ഇതിൻ്റെ അഴികൾ ഊരുന്നതെന്ന്. അപ്പം എൻ്റെ പരബ്രഹ്മത്തിന് കടക്കാനാന്ന് പറഞ്ഞു എന്നാ. പോത്തല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പരബ്രഹ്മം അതെവിടെയെന്ന് ചോദിച്ചപ്പോൾ അങ്ങ് എന്നെ ഒന്ന് തൊട്ട് നോക്കൂ എന്ന് പറഞ്ഞു എന്നാണ്. ചാത്തൻ കീഴാളനായിട്ടും ഭഗവാൻ അനുഗ്രഹം ആർക്കാണ്? ചാത്തനാണ് അല്ലേ? ചാത്തനെ തൊട്ട് തിരുമേനി നോക്കിയപ്പോൾ അതാ പോത്തിൻ്റെ രൂപത്തിൽ ഭഗവാനെ ദർശിക്കാൻ അദ്ദേഹത്തിനും കഴിഞ്ഞു എന്നാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ചരിത്രം ഓച്ചിറ പ്രസിദ്ധമായി എന്താണ്? ആ പരബ്രഹ്മമൂർത്തിയാണ് അല്ലേ? ഈ ചാത്തൻ പിന്നീട് ഓച്ചിറ വരെ പോയി എന്നും അവിടെ പട്ടാളത്തിൽ ചേർന്നു എന്നും കുറേ കാലം രാജ്യത്തെയൊക്കെ സേവിച്ചു. ഒരിക്കൽ അങ്ങനെ
പരബ്രഹ്മം അദ്ദേഹം അങ്ങനെ കൊട്ടാരത്തിലേക്ക് കടന്ന സമയം കൊണ്ട് പരബ്രഹ്മത്തിൻ്റെ ഈ കൊമ്പ് കടക്കാൻ കൊള്ളുന്നില്ല. അപ്പോൾ അത് ശബ്ദം കേട്ടപ്പോൾ അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ കടക്കുന്നില്ല. തിരിഞ്ഞു നോക്കിയതും ബ്രഹ്മം ഭൂമിയിൽ താണുപോയി. പിന്നെ ആ ചാത്തൻ്റെ അവസാനം പറയുന്നത് പട്ടാളത്തിൽ ചേർന്ന് അവസാനം ഭജിച്ചവിടെ കഴിഞ്ഞു എന്നൊക്കെയാണ് ഏത് പറഞ്ഞ ഐതിഹ്യമാല പറയുന്നത്. അപ്പോൾ ഇവിടെ പരബ്രഹ്മം പോത്തുപോലെ എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായോ, ഏത് രൂപത്തിലും ഭഗവാൻ ദൃശ്യനാവും എന്നുള്ള കാര്യമാണ്. നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ നാളെ അപ്പം അങ്ങനെ സ്തുതിയിലിപ്പോൾ വളരെ കുറച്ച് കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ അഹല്യയുടെ സ്തുതി കഴിഞ്ഞു. എന്നിട്ടാണ് അപ്പോൾ അവരെവിടേക്ക് പോകുന്നത്? ഇനി മിഥില രാജ്യത്തിലേക്ക് നമുക്ക് ശരിക്കും തിരിച്ച് കൊട്ടാരത്തെ അയോധ്യയിലേക്ക് പോകേണ്ടതാണ്. പക്ഷേ എന്ത് പറഞ്ഞു, നമുക്ക് മിഥിലാപുരിയിൽ പോയി ജനകരാജാവിൻ്റെ ആ പള്ളിവില്ലൊന്ന് കണ്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ടാണ് വിശ്വാമിത്രൻ ആരെയും കൂട്ടിപ്പോയത്? രാമലക്ഷ്മണന്മാരെ കൂട്ടി അഥവാ ജനകപുരിയിലേക്ക് മിഥില രാജ്യത്തേക്ക് പോയത്. മിഥില രാജ്യത്തിലുള്ള കുമാരി ആയതുകൊണ്ടാണ് സീതാദേവി എന്ത് പേര് പറയുന്നത്? മൈഥിലി എന്ന് പറയുന്നത്. അങ്ങനെ ജനകപുരിയിലേക്ക് യാത്രയായി എന്ന് പറയുന്നതാണ് അടുത്ത ഭാഗം. നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് ഇനി ഉണ്ട്, വിവാഹം നടക്കണം, പിന്നീട് യാത്ര, പരശുരാമന ദർശനമുണ്ട്, അയോധ്യ വാസമുണ്ട്. അങ്ങനെ വസിക്കുമ്പോൾ നാരദ മഹർഷി അവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ ജന്മനിയോഗം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ താൻ നാളെ വനത്തിന് പോകും എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ആ സംഭാഷണം അവസാനിക്കുന്നത്. വരെയുള്ള കാര്യം നമുക്ക് ബാക്കി നാളെ പറയാം എന്നുള്ള ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് നമുക്കിതിനൊക്കെ സാധിക്കുന്നത്. സർവമംഗളസ്വരൂപയും സർവൈശ്വര്യവതിയുമായിട്ടുള്ള ദേവി നമ്മുടെയൊക്കെ മനസ്സിൽ തെളിയട്ടെ. ഭഗവത്പാദങ്ങളിൽ നമുക്ക് ഭക്തി ഉണ്ടാകാൻ കഴിയട്ടെ, സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷ ഗോബ്രാഹ്മണേഭ്യः ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.